येच्छा केसरिणः स्वच्छः स्वच्छायायासितेन्दवः त्रायन्तान्वो मधुरिपोः प्रपन्नार्तिच्छिदो नखः या स्मर्यमाणा श्रेयांसि सूते ध्वंसयते रुजः ताम् अभीष्टफलोदारकल्पवल्लीं സ്തുവേ ശിവാം. നമ്മൾ കഴിഞ്ഞ ദിവസം അർത്ഥശക്തി മൂലധ്വനി പറഞ്ഞ് തുടങ്ങിയിരുന്നു. എങ്കിലും നമ്മൾ ഒന്നുകൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒരു പ്രകടനം കൊണ്ട് തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. അത് ഒന്നുകൂടി പറഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കാം. അപ്പോൾ സംലക്ഷ്യക്രമധ്വനി അതിൻ്റെ വകഭേദങ്ങളാണ്. വിവക്ഷിതാന്യപരവാച്യധ്വനി സംലക്ഷ്യക്രമധ്വനി എന്നും അസംലക്ഷ്യക്രമധ്വനി എന്നും 2 തരമുണ്ട്. അതിൽ സംലക്ഷ്യക്രമധ്വനി ശബ്ദശക്തി മൂലധ്വനി എന്നും അർത്ഥശക്തി മൂലധ്വനി എന്നും 2 തരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ശബ്ദശക്തി മൂലധ്വനിയെ കുറിച്ച് കണ്ടു. എന്നിട്ട് അർത്ഥശക്തി മൂലധ്വനി എന്താണെന്നുള്ളത് കണ്ടു. അർത്ഥശക്തി മൂലധ്വനി എവിടെയാണോ വാച്യാർത്ഥം മറ്റൊരർത്ഥത്തെ തരുന്നത്, താത്പര്യത്തോടുകൂടി പ്രകാശിപ്പിക്കുന്നത്, അവിടെ അർത്ഥശക്തി മൂലധ്വനി എന്നാണ്. അർത്ഥശക്തി ഉദ്ഭവസ്ത്വന്യോ യത്ര അർത്ഥസ്സ പ്രകാശത്തെ യസ് താത്പര്യേണ വസ്തു അന്യത് വ്യനക്തി ഉക്തിം വിനാ സ്വതഃ. വ്യനക്തി വ്യഞ്ജിപ്പിക്കുന്നു, ക്രിയാപദമാണ്. വ്യക്തഃ ദ്വിവചനം നമ്മളുടെ ധ്വനിലക്ഷണത്തിലുള്ളത്. ഇത് ഏകവചനം. വ്യനക്തി വ്യക്തമാക്കുന്നു, വ്യഞ്ജിപ്പിക്കുന്നു, വ്യഞ്ജനാവ്യാപാരം കൊണ്ട് പറയുന്നു. എന്നിട്ട് നമ്മൾ ഏവം വാദിനി ദേവർഷവും എന്നുള്ള ഉദാഹരണം കണ്ടു. അവിടെ വാച്യമായ അർത്ഥം കളിത്താമരകളുടെ ഇതളുകൾ, കളിത്താമരയുടെ ഇതളുകൾ എണ്ണി എന്നുള്ളതാണ്. വ്യംഗ്യമായ അർത്ഥം ലജ്ജ എന്ന വ്യഭിചാരി ഭാവമാണ്. ഈ അർത്ഥശക്തി മൂലധ്വനിയിലും ഏതെങ്കിലും ഒരു പദം വ്യംഗ്യമായ അർത്ഥത്തെ സൂചിപ്പിക്കരുത്, നേരിട്ട് സൂചിപ്പിക്കരുത്. അല്ലെങ്കിൽ പദം കൊണ്ട് കവി നേരിട്ട് പറയരുത്, വ്യംഗ്യമായ അർത്ഥത്തെ പറഞ്ഞു കളയരുത്. അങ്ങനെ പറഞ്ഞാൽ വ്യംഗ്യാർത്ഥത്തിന്റെ വ്യംഗ്യത്വം നഷ്ടപ്പെടുകയും അത് വാച്യമാവുകയും ചെയ്യും. അതിന് ഉദാഹരണം, എപ്പോഴാ സങ്കേതം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാമുകന്റെ മനസ്സറിഞ്ഞിട്ട് കാമുകി അല്ലെങ്കിൽ പ്രേയസി കയ്യിലുണ്ടായിരുന്ന താമരയെ കൂട്ടിപ്പിടിച്ചു, കൂമ്പിപ്പിച്ചു. അപ്പൊ വ്യംഗ്യമായി പറഞ്ഞു, അർത്ഥം കൊണ്ട് നമുക്ക് കിട്ടി താമര കൂമ്പുന്ന സമയം, സന്ധ്യാസമയം, താമരപ്പൊയ്കയുടെ അടുത്ത് സങ്കേത കാലം, സങ്കേത സമയം പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അവിടെ കവി ഈ കാര്യം, ഇവൾ ഇങ്ങനെ വ്യംഗ്യമായ കാര്യം പറഞ്ഞു എന്നുള്ളത് സൂചിപ്പിച്ചു. എങ്ങനെ? ഹസൻ നേത്രാർപ്പിതാകൂതം എന്നൊരു വാക്ക് പറഞ്ഞു. അതിന്റെ അർത്ഥം ചിരിക്കുന്ന കണ്ണുകൊണ്ട് രഹസ്യത്തെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ വ്യംഗ്യമായ രഹസ്യമായ അർത്ഥത്തെ അവൾ തൻ്റെ കണ്ണുകൊണ്ട്, ഹസിക്കുന്ന ചിരിക്കുന്ന കണ്ണുകളെ കൊണ്ട് അർപ്പിച്ചു ഈ ആഭൂതത്തെ, ഈ രഹസ്യമായ വ്യംഗ്യമായ അർത്ഥത്തെ എന്ന് കവി പറഞ്ഞു. ഇത് ഹസൻ നേത്രാർപ്പിതാകൂതം എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. ലീലാപത്മത്തെ എങ്ങനെയാണ് അവൾ നിമീലനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹസൻ നേത്രാർപ്പിതാകൂതമാകുമാറ് ഏതൊരു ക്രിയയിലാണോ ചിരിക്കുന്ന കണ്ണുകളെ കൊണ്ട് ആകൂതത്തെ അർപ്പിക്കുന്നത്, അത്തരത്തിൽ. അപ്പൊ ഇവിടെ രഹസ്യാർത്ഥങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് രഹസ്യാർത്ഥമുണ്ട്. ഇവിടെ സങ്കേതകാലമാണ് പറഞ്ഞത്, വെറുതെ കളിത്താമരയുടെ അതുള്ളത് കൂമ്പിപ്പിച്ചതല്ല, സങ്കേതകാലം അറിയിച്ചതാണ് എന്നുള്ള കാര്യം വാച്യമായി പറഞ്ഞു കളഞ്ഞു. അപ്പൊ അത് അർത്ഥശക്തി മൂലധ്വനി ആവില്ല.
എന്ന് പറഞ്ഞിട്ട് അത് ഈ കാര്യം ശബ്ദശക്തി മൂലധ്വനിയായാലും ശരി അർത്ഥശക്തി മൂലധ്വനിയായാലും ശരി രണ്ടിലും കവി തൻ്റെ വാക്കുകൊണ്ട് വ്യംഗ്യാർത്ഥത്തെ സൂചിപ്പിക്കരുത്. അങ്ങനെ സൂചിപ്പിച്ചാൽ വ്യംഗ്യത്വം നഷ്ടപ്പെടും, ധ്വനിയാവില്ല എന്നുള്ളത് ഈ കാര്യം കൊണ്ട് പറഞ്ഞു. എന്താണ് ശബ്ദാർത്ഥശക്തിയാക്ഷിപ്തോപി വ്യംഗ്യോർത്ഥ കവിനാപനഃ എത്ര ആവിഷ്ക്രിയത്തെ സ്വോക്തിയ സാ അന്യൈവ അലംകൃതി ധനേ. കവി തൻ്റെ വാക്കുകൊണ്ട് എവിടെയാണോ വ്യംഗ്യാർത്ഥത്തെ പറയുന്നത്, സ്വോക്ത്യ ആവിഷ്ക്രിയത്തെ സാ അന്യൈവ അലംകൃതി. അത് അങ്ങനെയുള്ളൊരു കവിത ധ്വനിയല്ല, ധ്വനിയിൽ നിന്നും ഭിന്നമായ ഒരലങ്കാരമാണ്. അത് വേണമെങ്കിൽ വേറൊരു ധ്വനിക്ക് അലങ്കാരമാവാം, സംലക്ഷക്രമഭംഗി ധ്വനിക്ക് അലങ്കാരമാവാം. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന അർത്ഥശക്തി പോലെ ധ്വനി ആവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. വത്സേകനാഗാവിഷാദം എന്നുള്ള ഒരു പദ്യം, അതുപോലെ അംബാശയത്തേത്ര വൃദ്ധ എന്നുള്ള പദ്യം, അവിടെയൊക്കെ വ്യംഗ്യം കവി വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് രണ്ടും പറഞ്ഞു. ദൃഷ്ട്യാ കേശവദോപരാഗഹൃതയ എന്നുള്ള 3 പദ്യങ്ങൾ. ഒന്ന് ശബ്ദശക്തി മൂലധ്വനി ആവാതിരിക്കുന്നതിന്, മറ്റൊന്ന് അർത്ഥശക്തി മൂലധ്വനി ആവാതിരിക്കുന്നതിന്, മൂന്നാമത്തേത് ദൃഷ്ട്യാ കേശവദോപരാഗഹൃതയ എന്നുള്ളത് ശബ്ദാർത്ഥ ഉഭയശക്തി മൂലധ്വനി ആവാതിരിക്കുന്നത് അതിന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അർത്ഥശക്തി മൂലധ്വനിയിലെ വാച്യാർത്ഥം. വാച്യാർത്ഥം എന്ന് പറയുന്നത് വ്യംഗ്യാർത്ഥത്തെ തരുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യഞ്ജകമായ അർത്ഥം. വാച്യാർത്ഥത്തിന് ഇപ്പം എന്താ ഒരു സ്വഭാവം? വ്യഞ്ജകം എന്നൊരു സ്വഭാവമുണ്ട്. അത് വ്യംഗ്യാർത്ഥത്തെ തരുന്നു എന്നുള്ളതുകൊണ്ട്. വ്യഞ്ജകം എന്ന് വെച്ചാൽ അതിന് പര്യായമായിട്ട് നമുക്ക് പ്രകാശകം, ദീപകം ഒക്കെ പറയാം. അപ്പൊ അർത്ഥശക്തി മൂലധ്വനിയിലെ ദീപകമായ അർത്ഥം അന്യസ്യ വസ്തുനഃ ദീപകഃ, മറ്റൊരർത്ഥത്തിന്റെ വ്യംഗ്യമായ അർത്ഥത്തിന്റെ പ്രകാശകമായിരിക്കുന്ന വാച്യാർത്ഥം ദ്വിവിധ, 2 തരമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രൗഢോക്തി മാത്ര നിഷ്പന്ന ശരീര. പ്രൗഢോക്തി മാത്ര നിഷ്പന്ന ശരീര എന്ന് വെച്ചാൽ കവിയുടെ പ്രൗഢോക്തിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ പ്രൗഢോക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമേറിയ ചൊല്ല്, പ്രകർഷേണ വഹിക്കുന്ന ചൊല്ല് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയല്ല, ഗൗരവത്തോടു കൂടി വളരെ ഗഹനമായി കടങ്കഥ പോലെ പറയുക എന്നുള്ളതല്ല. എന്താണോ പറയേണ്ട കാര്യം, ആന്തരമായിട്ടുള്ള പറയേണ്ട കാര്യം, അതിനെ കൂടുതൽ സങ്കീർണമാക്കാതെ കൂടുതൽ ലളിതമാക്കി കൂടുതൽ സുന്ദരമാക്കി ഈ വായനക്കാരന്റെ മനസ്സിൽ വേഗം കൊണ്ടുവയ്ക്കത്തക്ക വിധത്തിൽ, പ്രത്യക്ഷം എന്ന പോലെ, കണ്ണിൽ നേരിട്ട് കാണുന്ന പോലെ അയാളുടെ മനസ്സിൽ വളരെ സമ്മോഹനമായ രീതിയിൽ, മോഹിപ്പിക്കുന്ന രീതിയിൽ, വിസ്മാപകമായ രീതിയിൽ, അതിശയിപ്പിക്കുന്ന രീതിയിൽ അയാളുടെ മനസ്സിൽ കൊത്തിയിടുക. അങ്ങനെ കൊത്തിയിടുന്ന വാക്കുകളും അതേ പ്രൗഢോക്തി എന്ന് വിളിക്കാം. അതുപോലെ അങ്ങനെ കൊത്തിയിടുന്ന ആശയങ്ങൾ, പഴയ ആശയത്തെ തന്നെ പുതിയ തരത്തിൽ പറയുക, അതാണ് പ്രൗഢോക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പുതിയ തരത്തിൽ പറയുന്ന കാര്യവും അതെ, പറയുന്ന രീതിയും അതെ, രണ്ടിനെയും നമുക്ക് പ്രൗഢോക്തി എന്ന് വിളിക്കാം. ചൊല്ലെന്ന് പറഞ്ഞാൽ അത് വാക്കുമാണ്, അർത്ഥവുമാണ്. ചൊല്ലുന്ന രീതിയുമാണ്, ചൊല്ലിയ കാര്യവുമാണ്. അപ്പൊ പ്രൗഢോക്തിയിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വാസ്തവത്തിൽ ലോകത്തിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ല, പക്ഷെ കവി ഇങ്ങനെ പറയുമ്പോൾ അത് സംഭവിക്കും. നമുക്ക് അങ്ങനെ തോന്നും, ഓ ഇതെങ്ങനെയൊക്കെ ആണല്ലോ, സംഭവിക്കുമല്ലോ എന്ന് തോന്നും. അങ്ങനെയുള്ളത് പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരം. ഇപ്പൊ തത്ത ചന്തണ്ടിപ്പഴം കൊത്തി തിന്നുമ്പോൾ എവിടെയാണാവോ, ഏത് തപസ്സിലാണാവോ, പർവ്വതത്തിലാണാവോ, എന്ത് തപസ്സാണാവോ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ തത്ത തപസ്സൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പറയുന്നത് പ്രൗഢോക്തിയാണ്. എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ ചുണ്ടിന്റെ കാര്യം പട്ടെ, ചുണ്ട് പോലെ തൊടുത്ത ചെന്തണ്ടിപ്പഴം തിന്നാൻ പോലും ഇത്രയും ഒരു പുണ്യം വേണമെങ്കിൽ, നിന്റെ ചുണ്ട് ആസ്വദിക്കണമെങ്കിൽ എന്തൊരു പുണ്യം വേണമെന്നറിയാമോ എന്ന് പറയുമ്പോൾ അത് അതിമനോഹരമാണ്. ആ ചുണ്ടിനെ ഞാനൊന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ പറയാതെ വളരെ മനോഹരമായിട്ട്. ഇങ്ങനെ പറയുന്നതിനാണ് പ്രൗഢോക്തി എന്ന് പറയുന്നത്. അല്ലാതെ
എന്തോ വലിയ കാര്യം ആർക്കും അറിയാതെ കുറെ കാലം ആലോചിച്ച് അയാളോട് തന്നെ ചോദിച്ച് വ്യാഖ്യാനമൊക്കെ വായിച്ചിട്ട് മനസ്സിലാവുന്ന കടങ്കഥ പോലെ പറയുന്നതിനെ പ്രൗഢോക്തി എന്ന് പറയില്ല. പറയാനുള്ള കാര്യത്തെ അതാണ് ലോചനത്തിൽ പറയുന്നത്, സമർപ്പയിതവ്യ വസ്തർപ്പണ കുശലമായ ഉക്തി എന്നാണ് പറയുക. സമർപ്പയിതവ്യം, എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പൊടുന്നനെ മനസ്സിൽ വർഷിക്കുക. അല്ലാതെ ബുദ്ധിമുട്ടിയിട്ട് നേടേണ്ട കാര്യത്തെ വളരെ ലളിതമായി ഈസി ആയിട്ട് കൊണ്ടുവയ്ക്കുക. അത് പ്രൗഢൻ എന്ന് വെച്ചാൽ കുശലൻ എന്ന് അർത്ഥം പറയുന്നുണ്ട് അതിനകത്ത്. കുശലൻ എന്ന് വെച്ചാൽ സമർത്ഥൻ. വല്ലാതെ ബുദ്ധിമുട്ടി നേടേണ്ട കാര്യത്തെ സമർത്ഥന്മാർ വളരെ എളുപ്പം നേടും. ഇതുപോലെ വളരെ എളുപ്പം വായനക്കാരന്റെ മനസ്സിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ, വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, കൊതിപ്പിക്കുന്ന രീതിയിൽ കാര്യത്തെ അവതരിപ്പിക്കുന്ന ഒരു ചൊല്ലാണ് പ്രൗഢോക്തി എന്ന് പറയുന്നത്. അത് ലോകത്തിൽ സംഭവിക്കുന്ന തരത്തിലല്ല പറയുക, വേറൊരു തരത്തിലാണ് പറയുക. പക്ഷെ അതിശക്തമായി അത് കൊത്തപ്പെടും. വായനക്കാരന്റെ, കേൾവിക്കാരന്റെ മനസ്സിൽ കൊത്തിയിടപ്പെടും, കീറിയിടപ്പെടും. അപ്പൊ ഇങ്ങനെ പ്രൗഢോക്തി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാവാം വാച്യാർത്ഥം, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രണ്ടു തരമാണ്, പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരം, പിന്നെ സ്വതസംഭവി. അപ്പൊ ഈ പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരത്തെ പിന്നെയും രണ്ടായിട്ട് വേണമെങ്കിൽ കാണാം എന്ന് പറയുന്നുണ്ട്. ഒന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കവിയുടെ നേരിട്ടുള്ള വാക്കുകളിൽ മാത്രം സംഭവിക്കുന്നത് കവി പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരം. മറ്റൊന്ന് കവി ചമച്ച കഥാപാത്രത്തിന്റെ വാക്കിൽ മാത്രം സംഭവിക്കുന്നത്, അത് കവി പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരം. അങ്ങനെ രണ്ടു തരം പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരം, പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതിനൊക്കെ ഉദാഹരണവും പറഞ്ഞു. എന്താണ് കവി പ്രൗഢോക്തി മാത്രം നിഷ്പന്ന ശരീരത്തിന് ഉദാഹരണം? മധുമാസത്തില് തേന്മാവുകൾ പൂത്തുലഞ്ഞപ്പോൾ അതിനെ പറയുന്നത് തേന്മാവുകൾ പൂത്തു എന്നല്ല, കാമദേവന്റെ ഉറ്റ സുഹൃത്തായ വസന്തകാലം ചെറുപ്പക്കാരുടെ നേർക്ക് പ്രയോഗിക്കാനുള്ള, കാമന് പ്രയോഗിക്കാനുള്ള അസ്ത്രങ്ങള് മൂർച്ച കൂട്ടി പുതുക്കി എല്ലാം തയ്യാറാക്കി റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാമദേവന് കൊടുത്തിട്ടില്ല. ഈ റെഡിയാക്കി വെക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഭീതിതമായ അവസ്ഥയാണ്. മന്മഥോന്മാദം, കാമന്റെ വല്ലാത്തൊരു പീഡ. അപ്പൊ ഇനിയിപ്പോ കാമദേവനെ അർപ്പിക്കും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് അതിന്റെ വളരെ തീക്ഷണമായിട്ടുള്ള സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഗാഠീഭവിഷ്യന്തം മന്മഥോന്മാദം എന്നാ പറയുന്നത്. ചിലരൊക്കെ ടെൻഷൻ അടിക്കില്ലേ പരീക്ഷ വരുമ്പോ, അല്ലെങ്കിൽ അതുപോലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോ വല്ലാത്ത പേടിയാണ്. അപ്പൊ പേടി ആലോചിച്ച് പേടിയാണ്. ഇത് അടുത്തു, നാളെയാവും ഇപ്പൊ വരും, നാളെ ഉറങ്ങി എണീറ്റാ നമുക്ക് പരീക്ഷയ്ക്ക് പോകണം, ഇങ്ങനെ എഴുതും, കൈകാലൊക്കെ വറക്കും, വേർക്കും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് ആ മനസ്സിൽ വെറുതെ കരുതി കൂട്ടി അത് ഇങ്ങനെ കൂടി വളർന്നു വരികയാണ് വല്ലാതെ തീക്ഷ്ണമായി. ഇതുപോലെ കാമദേവനെ പ്രയോഗിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ അത് ആലോചിക്കുമ്പോൾ തന്നെ തീക്ഷ്ണമായിട്ട് തീവ്രതരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ലോകത്തിൽ ഒരിക്കലും കാമദേവനും വസന്തൻ അമ്പുകളൊക്കെ തേച്ച് മിനുക്കി ഒരു കൊല്ലന്റെ ആലയില് ചെന്ന് ഇതൊക്കെ തേച്ച് മിനുക്കി റെഡിയാക്കി വയ്ക്കുന്ന അതൊക്കെ ഒന്നും സംഭവിക്കില്ല. അതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ പറയാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വസന്തം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോ വല്ലാത്തൊരു ഇത് തന്നെയാണ്. കാമിജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക്, ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വല്ലാത്തൊരു സന്തോഷവും വല്ലാത്ത ഒരു മനസ്സാകെ മാറുന്നു. ഇത് പറയാൻ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഇതാണ് കവി പ്രൗഢോക്തി മാത്രം ശരി. ഇവിടെ കവിയുടെ ഒരു പ്രൗഢമായ ഉക്തിയുണ്ട്, അതാണ് വാച്യാർത്ഥം. അതുപോലെ കവിനിബദ്ധ വക്തൃപ്രൗഢോക്തി മാത്രം ശരീരം എന്ന് പറയുന്നത് ഇതാണ്. ആ പെൺകുട്ടിക്ക് യൗവനം വന്നപ്പോൾ ശരീരം വളരെ സമ്മോഹനമായി തീർന്നു, ശരീരത്തിലെ പല അവയവങ്ങൾക്കും വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്. അതിന് പറയുമ്പോൾ എന്താ പറയുന്നത്, സ്ഥലങ്ങൾ ഉയർന്നു നിന്നു എന്ന് പറയുമ്പോൾ വെറുതെ സ്ഥലങ്ങൾ ഉയർന്നു നിന്നു, സ്ഥലങ്ങൾ മോഹനങ്ങളാണ്, സമ്മോഹനങ്ങളാണ്, സുന്ദരമാണ് എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നേരെ ചൊവ്വേ പറയുന്നതായിരിക്കും. അങ്ങനെ പറയാതെ പിന്നെ എങ്ങനെയാ പറഞ്ഞത്, ആ സ്ഥലങ്ങൾ ഇങ്ങനെ ഉന്നതങ്ങളായി നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ കാമദേവനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്
പണിപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളെന്ന് തോന്നുന്നു. എന്താ പണിപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൗവനം കൈകൊടുത്ത് നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ യൗവനത്തിലേക്ക് കാലൂന്നി വളരെ സുന്ദരമായിട്ടുണ്ട് ഇവളുടെ ശരീരം എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ലോകത്തിൽ സംഭവിക്കുന്ന രീതിയിലല്ല. സ്ഥാനങ്ങൾ എണീറ്റ് കാമദേവൻ എതിരേൽക്കുക എന്നൊന്നും ലോകത്തിൽ സംഭവിക്കാത്ത, ഒരിക്കലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, അല്ലാതെ സംഭവിക്കാത്തതാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ആ സൗന്ദര്യം, പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ വളരെ മനോഹരമായിട്ട് അതിസുന്ദരമായിട്ട് അത് കലാപരമായിട്ടുള്ള ഒരു ആവിഷ്കാരം, ഇതിനെയാണ് പ്രൗഢത്വം എന്ന് പറയുന്നത്. ഇതല്ലാത്ത ആണ് സ്വതസംഭവി എന്ന് പറയുന്നത് ഏവം വാദന ദേവർഷം. അവിടെ വെറുതെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അകത്തുള്ള ഭാവത്തെ മറയ്ക്കാൻ ശരീരാവയവങ്ങളെ എന്തെങ്കിലും ചെയ്ത് എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ശിഖിഭിക്ഷ കർമ്മപോര എന്നുള്ള ആ പദ്യത്തിലും മയിൽപീലി മാത്രമണിഞ്ഞ പുതു പെണ്ണ് ഗർഭം കൊണ്ട് കുഴഞ്ഞാടി നടക്കുന്നു. അത് ലോകത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് കവിയുടെ ലോകത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അപ്പൊ അവിടെ എന്താ വ്യംഗ്യം? ഇവൾ അതിസുന്ദരിയാണ്. ഇവളെ വേട്ടപ്പോ ഈ മനുഷ്യന് അധിക നേരം ഇവളെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം സുന്ദരിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവളുടെ സൗഭാഗ്യാതിശയമാണ് വ്യംഗ്യം. ആ വ്യംഗ്യത്തെ തരുന്ന വാച്യമായ അർത്ഥം വ്യഞ്ജകൻ സദസംഭവ്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ശബ്ദശക്തി മൂലധ്വനിയും പറഞ്ഞു, അർത്ഥശക്തി മൂലധ്വനിയും പറഞ്ഞു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ശബ്ദശക്തി മൂലധ്വനിയിൽ 3 കണ്ടീഷൻ പറഞ്ഞിരുന്നു. കണ്ടീഷൻ നമ്പർ 1, ശബ്ദശക്തി മൂലധ്വനിയിലെ രണ്ടാമത്തെ അർത്ഥം വ്യഞ്ജനാ വ്യാപാരം കൊണ്ട് തന്നെ കിട്ടണം. രണ്ടാമത്തെ കണ്ടീഷൻ, ആ കിട്ടുന്ന വ്യംഗ്യമായ അർത്ഥം അലങ്കാരം തന്നെ ആവണം. ആക്ഷിപ്ത ഏവ അലങ്കാര എന്ന് പറഞ്ഞാൽ അലങ്കാര ഏവ ആക്ഷിപ്ത, അലങ്കാരം തന്നെ ആവണം എന്നാണ്. ആ ഏവ എന്നുള്ളത് അലങ്കാര ഏവ അവിടെയാ ചേർക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ വ്യംഗ്യമായ അർത്ഥം അലങ്കാരം തന്നെ ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ ശബ്ദം കൊണ്ട് പറയരുത്. അർത്ഥശക്തി മൂലധ്വനി എന്താ പറഞ്ഞത്? വാച്യാർത്ഥം കൊണ്ട് വേറൊരു വസ്തു കിട്ടണം എന്നാണ്. യഹ താത്പര്യേണ അന്യത് വസ്തു ജനക്തി. അപ്പൊ അലങ്കാരം തന്നെ ആവണം എന്ന് ശബ്ദശക്തി മൂലധ്വനിയിൽ പറഞ്ഞു. അർത്ഥശക്തി മൂലധ്വനിയിൽ അലങ്കാരം തന്നെ ആവണം എന്നും പറഞ്ഞിട്ടില്ല, അലങ്കാരം ആവണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അലങ്കാരം നമുക്ക് കണ്ടാൽ അലങ്കാരം ആവരുത് എന്നാണ് തോന്നുക. കാരണം വസ്തുവിനെ വ്യഞ്ചിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ വസ്തു മാത്രമേ ആകാവൂ എന്ന് നിർബന്ധവും പറഞ്ഞിട്ടില്ല. അപ്പൊ അർത്ഥശക്തി മൂലധ്വനിയെ നമ്മൾ ആദ്യം കണ്ടത് എങ്ങനെയാ പറഞ്ഞത്? വ്യംഗ്യമായ അർത്ഥം ഒരു വസ്തു ആവണം. അത് വാച്യാർത്ഥമാണ് ആ വ്യംഗ്യമായ അർത്ഥത്തെ തരേണ്ടത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അത് വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടരുത് വ്യംഗ്യമായ അർത്ഥം. ശബ്ദശക്തി മൂലധ്വനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ എവിടെയും വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടരുത്. ശരി. അപ്പൊ അർത്ഥശക്തി മൂലധ്വനി എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ വാച്യാർത്ഥം താത്പര്യത്തോടുകൂടി മറ്റൊരു വസ്തുവിനെ വ്യഞ്ചിപ്പിക്കുന്നത്, അത് അർത്ഥശക്തി മൂലധ്വനി എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ് അർത്ഥശക്തി മൂലധ്വനിയില് വ്യംഗ്യമായ അലങ്കാരവും വരാം കേട്ടോ. അത് വേറൊരു അർത്ഥശക്തി മൂലധ്വനിയാണ്, വേറൊരു പ്രകാരമാണ് എന്ന് പറയാം. വാസ്തവത്തിൽ ഇങ്ങനെയാണോ പറഞ്ഞത്? അല്ല തോന്നും. അപ്പൊ ശബ്ദശക്തി മൂലധ്വനിയിൽ നമ്മൾ പറഞ്ഞു അലങ്കാരമേ ആകാവൂ വ്യംഗ്യം എന്ന്. അർത്ഥശക്തി മൂലധ്വനിയിൽ പറഞ്ഞു വസ്തു ആവണം. അപ്പൊ ശബ്ദശക്തി മൂലധ്വനിയിൽ മാത്രമേ വ്യംഗ്യാർത്ഥ അലങ്കാരമാവുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലടോ. അർത്ഥശക്തി മൂലധ്വനിയിലും വ്യംഗ്യാർത്ഥം അലങ്കാരമായി വരാം. അപ്പൊ അർത്ഥശക്തി മൂലധ്വനിയിലും അലങ്കാരം വ്യംഗ്യമാവാം എന്നൊരു കാര്യം ഒന്നൊരു തരത്തിൽ പറയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അർത്ഥശക്തി മൂലധ്വനി കൊണ്ട് വ്യംഗ്യമായ വസ്തു മാത്രമല്ല സൂചിപ്പിക്കപ്പെടുക, വ്യംഗ്യമായ അലങ്കാരവും സൂചിപ്പിക്കപ്പെടും. അങ്ങനെയും ഒരു അർത്ഥശക്തി മൂലധ്വനി ആവാം എന്നതാണ് ഈ കാരികയിൽ പറയുന്നത്. അർത്ഥശക്തേഹ അലങ്കാരഃ യത്രാപ്യന്യഃ പ്രതീയതേ. അർത്ഥശക്തി കൊണ്ട് എവിടെയാണോ അലങ്കാരം, അന്യഃ അലങ്കാരഃ പ്രതീയതേ, അല്ലെങ്കിൽ അന്യഃ അലങ്കാരഃ അപി പ്രതീയതേ
എവിടെയാണോ അർത്ഥശക്തി കൊണ്ട്, അർത്ഥത്തിന്റെ വ്യഞ്ജനാശക്തി കൊണ്ട് ഒരു അലങ്കാരം മനസ്സിലാക്കപ്പെടുന്നത്, സഹ അത് അപരഹ പ്രകാര, വേറൊരു പ്രകാരമാണ്. ഏതിൻ്റെ ചോദിച്ചാൽ അനുസ്വാനോപമവ്യംഗ്യധ്വനിയുടെ, ധ്വനേഹ അപരഹ പ്രകാര, ധ്വനിയുടെ അനുസ്വാനോപമ വ്യംഗ്യപ്രകാരങ്ങളിൽ വേറൊന്നാണ്. അനുസ്വാനോപമ വ്യംഗ്യം എന്ന് പറഞ്ഞാൽ സംലക്ഷക്രമധ്വനി എന്ന് വെച്ചാൽ അർത്ഥശക്തി മൂലധ്വനിയുടെ വേറൊരു പ്രകാരമാണ്. എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ പറഞ്ഞത്, വാച്യാർത്ഥം ഒരു മറ്റൊരു അലങ്കാരത്തെ തരുന്നതും അർത്ഥശക്തി മൂലധ്വനി തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി അർത്ഥശക്തേഹേ അപി അന്യ അലങ്കാര എത്ര പ്രതീയത്തെ എന്നും നമുക്ക് അർത്ഥം പറയാം. എന്ന് പറഞ്ഞാലോ, അർത്ഥശക്തേഹേ അപി എന്ന് വെച്ചാൽ ശബ്ദശക്തി കൊണ്ട് മാത്രമല്ല അലങ്കാരം കിട്ടുക വ്യംഗ്യമായിട്ട്, അർത്ഥശക്തി കൊണ്ടും വ്യംഗ്യമായിട്ട് അലങ്കാരം കിട്ടാം. അപ്പൊ അലങ്കാരം വ്യംഗ്യമായി വരുന്നത് ശബ്ദശക്തി മൂലധ്വനിയിൽ മാത്രമല്ല, അർത്ഥശക്തി മൂലധ്വനിയിലും സംഭവിക്കും ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, അർത്ഥശക്തി മൂലധ്വനിയില് വ്യംഗ്യാർത്ഥം അലങ്കാരമാവുന്ന സന്ദർഭങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. ആനന്ദവർദ്ധന എല്ലാം വളരെ മനോഹരങ്ങളായിട്ടുള്ള പദ്യങ്ങളുമാണ്. പരീക്ഷയ്ക്കാണെങ്കിൽ ഇങ്ങനെ പല പദ്യമൊക്കെ തന്നിട്ട് ഇത് ഏതു ധ്വനിയാണോ എന്ന് വ്യാഖ്യാനിച്ച് പറയണം എന്നൊക്കെ പറയാം. അപ്പോൾ പരീക്ഷക്കാർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. ശരിക്കും നന്നായിട്ട് കാവ്യം ആസ്വദിക്കുന്ന ആളുകൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് കാവ്യ ധ്വനലോകത്തിലെ ഈ ഭാഗം. വളരെ നല്ല ഉദാഹരണങ്ങൾ ജോറായിട്ട് തരുന്നുണ്ട്. മിക്ക കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഉദാഹരണങ്ങൾ അത്ര വേണ്ട തരത്തിലാവില്ല. ധനികാരൻ്റെ തന്നെ ഉദാഹരണങ്ങൾ എല്ലാം വേണ്ട തരത്തിലായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ മനോഹരങ്ങളായിട്ടുണ്ട്. അതിലൊരു ഭാഗമാണത്. വാച്യാലങ്കാരം വ്യതിരിക്ത എത്ര അന്യ അലങ്കാര അർത്ഥസാമർഥ്യാത് പ്രതീയമാന അവഭാസത്തെ സഹ അർത്ഥശക്തിദ്ഭവ നാമ അനുസ്വാനരൂപവ്യംഗ്യ അന്യ ധ്വനി. വാച്യാലങ്കാരം വ്യതിരിക്ത, വാച്യാലങ്കാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതുവരെയൊക്കെ അലങ്കാരം എന്ന് കേട്ടിട്ടുള്ളത് ഉപമാരൂപകം, അർത്ഥാന്തരന്യാസം, അതിശയോക്തി, ശ്ലേഷം തുടങ്ങിയ ഒരുപാട് അലങ്കാരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം വാച്യാർത്ഥം. ഈ വാച്യമായിരിക്കുന്ന അലങ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യംഗ്യമായിട്ട് അലങ്കാരം വരാം. എത്ര അന്യ അലങ്കാര, അന്യ എന്ന് വെച്ചാൽ വാച്യത്തിൽ നിന്നും ഭിന്നമായിട്ടൊരു അലങ്കാരം, അർത്ഥസാമർഥ്യാത് പ്രതീയത്തെ വാച്യാർത്ഥത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത്, പ്രതീയമാന അവഭാസത്തെ ശോഭിച്ചു നിൽക്കുന്നുവോ. അപ്പൊ വ്യംഗ്യമായ അലങ്കാരം കിട്ടിയാൽ മാത്രം പോരാ, അത് അവഭാസത്തെ തെളിഞ്ഞു നിൽക്കണം. പരമപ്രധാനമായിട്ട് സഹൃദയന്റെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്നതായിട്ട് നിൽക്കണം. അങ്ങനെ വന്നാൽ സഹ അർത്ഥശക്തിദ്ഭവ നാമ അന്യ ധ്വനി. അർത്ഥശക്തിദ്ഭവം എന്ന വേറൊരു ധ്വനിയാണ്. ഏതു ധ്വനി പ്രകാരത്തിൽ പെടും? അനുസ്വാനരൂപവ്യംഗ്യ, സംലക്ഷക്രമവ്യംഗ്യ ധ്വനിയിൽ പെടുന്ന വേറൊരു അർത്ഥശക്തിദ്ഭവ ധ്വനിയാണ്. അപ്പോ അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെ വരുമോ? ഇവിടെയാ വരിക. വാസ്തവത്തിൽ ഈ എല്ലാ അലങ്കാരങ്ങളും വാച്യമല്ലേ, വ്യംഗ്യമായിട്ടും വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല എന്നോ അത് നന്നേ കുറവായിരിക്കുന്നോ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല. എന്തൊക്കെ നമ്മൾ അലങ്കാരങ്ങൾ വാച്യദശയിൽ പഠിച്ചിട്ടുണ്ടോ, രൂപകം, ഉപമ തുടങ്ങി എന്തൊക്കെ അലങ്കാരങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ അലങ്കാരങ്ങൾ എല്ലാം തന്നെ വ്യംഗ്യമായിട്ടും വരാം. തസ്യ പ്രവിരള വിഷയത്വം ആശങ്ക്യ ഇതമുച്യത്തെ രൂപകാദി അലങ്കാരവർഗ യഹ വാച്യതാംശ്രിത. വാച്യത്വത്തെ പ്രാപിച്ച് വാച്യമായിട്ട് ഏതൊക്കെ രൂപകം മുതലായ അലങ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, വാച്യതയെ ആശ്രയിച്ച് വാച്യമായിട്ട് ഏതൊക്കെ രൂപകം മുതലായ അലങ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, സർവ ആ അലങ്കാരങ്ങളെല്ലാം തന്നെ ഗമ്യമാനത്വം ബിഭ്രത്, ഗമ്യമാനത്വം വ്യംഗ്യത്വം, വ്യംഗ്യമായിട്ട് വ്യംഗ്യതയെ പ്രാപിച്ചിട്ട് പ്രദർശിത കാണിച്ചു തരപ്പെട്ടിട്ടുണ്ട്. ഭൂമ്ന ധാരാളമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആര് കാണിച്ചു തന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ഭടൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്യത്ര വാച്യത്വേന പ്രസിദ്ധ. നമ്മൾ ഇതിനു മുമ്പ് മറ്റു ദിക്കുകളിൽ വാച്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യഹ രൂപകാദിഹി അലങ്കാര, രൂപകം മുതലായ ഏതൊക്കെ അലങ്കാരങ്ങളുണ്ടോ, സഹ
അന്യത്ര വാച്യമായിട്ട് എവിടെയൊക്കെ പ്രകാശിക്കുന്നുണ്ടോ ആ അലങ്കാരങ്ങളെല്ലാം തന്നെ വേറെ ദിക്കുകളിൽ പ്രതീയമാനതയാ വ്യംഗ്യമായിട്ട് പറയാതെ തന്നെ മനസ്സിലാക്കപ്പെടുന്നതായിട്ട് ബാഹുള്യേന പ്രദർശിത ധാരാളമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആരാ കാണിച്ചു തന്നിട്ടുള്ളത്? തത്ര ഭവദ്ഭി ഭട്ടോദ്ഭടാദിഭി. ഭട്ടോദ്ഭടൻ എന്ന ആചാര്യൻ വളരെ ബഹുമാനത്തോടുകൂടി ആണ് പറയുന്നത്. തത്ര ഭവദ്ഭി എന്ന് പറഞ്ഞാൽ ബഹുമാനം കാണിക്കാണത്. തത്ര ഭവാൻ എന്ന് പറഞ്ഞാൽ അന്നൊന്ന് അദ്ദേഹം ആചാര്യൻ മാഷ് എൻ്റെ മാഷ് വളരെ ഗൗരവത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ മാഷല്ല എന്നാലും ആചാര്യനാണ്. തത്ര ഭവദ്ഭി തഥാച എവിടെയാ പറഞ്ഞിട്ടുള്ളത്? സസന്ദേഹാദിഷു ഉപമാരൂപകാതിശയോക്തീനാം പ്രകാശമാനത്വം പ്രദർശിതം ഇത് അലങ്കാരാന്തരസ്യ അലങ്കാരാന്തരേ വ്യംഗ്യത്വം എന്ന യത്ന പ്രതിപാദ്യം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സസന്ദേഹം പോലെയിട്ടുള്ള അലങ്കാരങ്ങളിൽ ഉപമാരൂപകം എന്ന് പറഞ്ഞിട്ടുള്ള രൂപകം അതിശയോക്തി അത് ഭട്ടോദ്ഭടൻ മാത്രമല്ല ഒരുപാട് പേര് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ രസഗംഗാധരകാരൻ നമ്മൾ ഒന്നും പഠിക്കാറില്ല സാധാരണ. രസഗംഗാധരകാരന്റെ രണ്ടാമാനത്തിലൊക്കെ വളരെ മനോഹരം. രസഗംഗാധരകാരന്റെ വല്ലാത്ത ഗംഭീര കവിതകളാണ്, ഗംഭീര ഒബ്സർവേഷനാണ്. അപ്പൊ അതിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, രാമനെ വർണ്ണിക്കുകയാണ്. എങ്ങനെയാ അറിയോ? ഞാൻ സംസ്കൃതം പറയുന്നില്ല. ആ സംസ്കൃതമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഒരു പേപ്പറുണ്ട്, അത് അക്കാഡമി ഇടുന്ന ഒരു പേപ്പറുണ്ട്, അതിന് പോയി നോക്കി കഴിഞ്ഞാൽ കാണാം. അതായത് എന്താണ് കവിത കണ്ണി കാന്തി, പേരെനിക്ക് ശീർഷക ഓർമ്മ വരുന്നില്ല. സംസ്കാരത്തിൻ്റെ പണ്ഡിതരാജ ജഗന്നാഥന്റെ കരുണവിലാസത്തിലും ശാന്തിവിലാസത്തിലും ഉള്ള രണ്ട് ഇതാണ് സമാഹാരങ്ങൾ, പദ്യസമാഹാരങ്ങളാണ്. അതിലുള്ള കവിതാരാമിനിയുടെ വിലാസം എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട് ചില പദ്യങ്ങളൊക്കെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ അതൊന്നും പദ്യം ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് സസന്ദേഹത്തിൽ ഈ രൂപങ്ങളെല്ലാം ഈ അലങ്കാരങ്ങളെല്ലാം വ്യംഗ്യമായി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ സസന്ദേഹം എന്ന് വെച്ചാൽ സംശയം അത്രേ ഉള്ളൂ. ഇതാണോ അതാണോ എന്ന് സംശയിക്കുക. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, മഹാബലിയുടെ യജ്ഞവാടത്തിലേക്ക് കടന്നു വരുന്ന വാമനെ കണ്ടിട്ട് ഭാസ്വാൻ കിമേഷദഹനോന്നു സനത് കുമാരോ യോഗീനോ കോയമിതി ശുക്രമുഖൈ ശശങ്കേ. സൂര്യൻ തന്നെ ഇറങ്ങി വരികയാണോ അതോ അഗ്നിയാണോ അല്ല സനത്കുമാര യോഗിയാണോ എന്നൊക്കെ ആ ഋത്വിക്കുകള് സംശയിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ഥലത്ത് രസങ്കാരകാരൻ ഒരു പദ്യം പറയാണ്. മഹർഷിമാർ ശ്രീരാമനെ ദൂരെ വെച്ച് മരകതമണി മാമലയോ പച്ചിലയണി മാമരമോ എന്ന് സന്ദേഹിച്ചു എന്നാണ്. അകലെന്ന് കാണുമ്പോൾ രാമന്റെ ഒരു സൗന്ദര്യം, രാമൻ നല്ല ശ്യാമളനാണ്, ശ്യാമള വർണ്ണമുള്ളവനാണ്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മരകതമണി മാമലയാണോ അല്ല ഇനി പച്ചലയണി മാമരമാണോ എന്നൊക്കെ സംശയിച്ചു എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപമാന ഉപമേയ ഭാവം കൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണോ അതാണോ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തുണ്ട്? ഉപമയുണ്ട്. ഉപമ എന്ന് പറഞ്ഞാൽ ഉപമയ്ക്കും രൂപകത്തിനും വലിയ വ്യത്യാസമില്ല, അടുത്തടുത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ പോലെ ഉണ്ട് എന്ന് പറയുന്നത് ഉപമയാണെങ്കിൽ, അങ്ങനെ ഉള്ളത് കൊണ്ട് ഒന്നിനെ മറ്റൊന്നായിട്ട് കാണുന്നത്, ഒന്നിലും മറ്റൊന്ന് ആരോപിക്കുന്നത് രൂപകാണല്ലോ. അപ്പൊ രൂപകൊണ്ട് ഇവിടെ ഉപമയുണ്ട്. അതുപോലെ അതിശയോക്തി, ഒരിക്കലും സംഭവിക്കാത്തതിനെ സംഭവിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും സംഭവിക്കുന്നതിനെ സംഭാവ്യമായതിനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നത്, അതാണല്ലോ അതിശയോക്തി എന്ന് പറയുന്നത്. ഇത് ഈ അലങ്കാരങ്ങളെല്ലാം വ്യംഗ്യമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് സന്ദേഹിക്കുന്നിടത്ത് സസന്ദേഹം എന്നുള്ള അലങ്കാരം, വാച്യമാലങ്കാരം. വാച്യമായ അലങ്കാരം എന്താണ്? സസന്ദേഹം. അതിൽ നിന്ന് കിട്ടുന്ന വ്യംഗ്യമായ അലങ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഉപമ, രൂപക, അതിശയോക്തികൾ പ്രതിഭാസിക്കുന്നതായിട്ട് മരകതമണി മേദിനീധരോവാ എന്നിടത്ത് രസങ്കാരകാരൻ നിരീക്ഷിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ധാരാളമായിട്ട് അലങ്കാരം വ്യംഗ്യമായിട്ട് വരുന്നത് കാണാം.
കവികളുടെ കൽപ്പനകളില്, വർണ്ണനകളില്, കാവ്യങ്ങളില്. അപ്പൊ പിന്നെ എന്തിനപ്പോ അത് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധ്വനിപ്രകാരമാണ്, അർത്ഥശക്തി മൂലധ്വനിയുടെ വേറൊരു പ്രകാരമാണ്. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് അതൊന്നും അല്ല എന്നാണ് ആനന്ദവർദ്ധൻ പറയുന്നത്. പിന്നെന്താ ഈ പുനരുച്യത, ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ എന്നാണ്. ഇത്രയും എനിക്ക് പറഞ്ഞേ പറ്റൂ. ഈയത് എന്ന് പറഞ്ഞാൽ ഇത്രയും. ഈയത് പുനഃ ഉച്യത്തെ ഏവാ, ഇത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല, പറയേണ്ടതാണ്. അതെന്താ? ഇപ്പൊ പറഞ്ഞത് ഭട്ടോദ്ഭടനൊക്കെ വാച്യമായ ഒരു അലങ്കാരത്തിൽ നിന്ന് വ്യംഗ്യമായി വേറൊരു അലങ്കാരം കിട്ടിയെന്നാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെയാ? സ്വസന്ദേഹം എന്നൊരു അലങ്കാരം, വാച്യ അലങ്കാരം. അതിൽ നിന്ന് ഉപമ, രൂപകം, അതിശയോക്തി എന്നീ അലങ്കാരങ്ങളെല്ലാം വന്നു എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുന്നിടത്ത് ഇതെല്ലാം കേട്ടതെല്ലാം അലങ്കാരധ്വനിയാണ് എന്നോ തെറ്റിദ്ധരിക്കരുത്. ഒരലങ്കാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നും ഒരലങ്കാരം വ്യംഗ്യമായി കിട്ടുമ്പോൾ, വ്യംഗ്യമായ അലങ്കാരം വന്നാൽ ഉടനെ അതാ അലങ്കാരധ്വനി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കരുത്. കാരണം അലങ്കാരത്തിൽ നിന്നും അലങ്കാരം വ്യഞ്ജിപ്പിക്കപ്പെടുമ്പോൾ എല്ലായിടത്തും വ്യംഗ്യമായ അലങ്കാരത്തിന് പ്രാധാന്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലയിടത്ത് വ്യംഗ്യമായ അലങ്കാരം കൊണ്ട് വാച്യമായ അലങ്കാരത്തിനാണ് കൂടുതൽ അഴക് വരിക. അങ്ങനെ വരുമ്പോ ധ്വനി ആവില്ല. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. അലങ്കാരങ്ങൾ വ്യംഗ്യമായിട്ട് വരാം, പക്ഷേ ഇപ്പോ പറഞ്ഞു വെച്ചാൽ എന്താ? വാച്യമായ അലങ്കാരങ്ങളിൽ നിന്നും വ്യംഗ്യമായ അലങ്കാരങ്ങൾ കാണാറുണ്ട്. എവിടെ? സ്വസന്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അവിടെ ഉപമ, രൂപകം, അതിശയോക്തി എന്ന അലങ്കാരങ്ങളൊക്കെ വ്യംഗ്യമായി വരുന്നുണ്ട്. അപ്പൊ അലങ്കാരം, വാച്യമായ അർത്ഥം ഒരു അലങ്കാരമായിട്ട് അതിൽ നിന്നും വ്യംഗ്യമായ അലങ്കാരം കിട്ടുന്ന സന്ദർഭമാണ് പറഞ്ഞു വെച്ചത്. അല്ലാതെയും വരാം. അല്ലാതെ എങ്ങനെ വരാം? വാച്യമായ ഒരു വസ്തുവിൽ നിന്നും വ്യംഗ്യമായ ഒരു അലങ്കാരം വരാം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പഠിച്ച പദ്യല്ലേ, സ്വേച്ഛാകേസരണ സ്വച്ഛ സ്വച്ഛായ ആയാസിതേന്ദവ ത്രായം താങ്കോ മധുരിപോ പ്രപന്നാപ്യച്ഛിതോ നഖാഹ എന്നുള്ളത് അലങ്കാരം വന്നിട്ടുണ്ട്. വ്യതിരേക അലങ്കാരം. വാച്യത്തില് അലങ്കാരം ഇല്ല, പക്ഷെ വ്യംഗ്യമായ അലങ്കാരം വന്നിട്ടുണ്ട്, വ്യതിരേക അലങ്കാരം. അതുപോലെ ഉത്പ്രേക്ഷ വന്നിട്ടുണ്ട്. അപ്പൊ വസ്തുവിൽ നിന്ന് അലങ്കാരം വരാം. അവിടെ ഈ സംശയം വരില്ല. വസ്തുവിൽ നിന്ന് അലങ്കാരം വരുന്നിടത്ത് തീർച്ചയായിട്ടും അലങ്കാരത്തിന് തന്നെയായിരിക്കും പ്രാധാന്യം. അവിടെ ഈ സംശയമേ വരില്ല. പക്ഷേ അലങ്കാരത്തിൽ നിന്നും അലങ്കാരം കിട്ടുമ്പോൾ, വാച്യമായ ഒരു അലങ്കാരത്തിൽ നിന്നും വ്യംഗ്യമായി വേറൊരു അലങ്കാരം കിട്ടുന്നിടത്ത് അങ്ങനെ കവി കാവ്യം ചമയ്ക്കുമ്പോൾ വ്യംഗ്യമായ അലങ്കാരത്തിന് എല്ലായിടത്തും പ്രാധാന്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അങ്ങനെ വരുന്ന എല്ലാം ധ്വനിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചില സ്ഥലത്ത് വ്യംഗ്യമായ അലങ്കാരം ഉണ്ടെങ്കിലും അത് തിരിച്ചു വന്ന് വാച്യമായ അലങ്കാരത്തിന് അഴക് കൂട്ടും, എന്നിട്ട് ഒതുങ്ങി നിൽക്കും. അങ്ങനെ നിന്നാൽ അത് ധ്വനി ആവില്ല എന്നുള്ള കാര്യമാണ് ആനന്ദവർദ്ധനൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പൊ ഭട്ടോദ്ഭടനൊക്കെ അലങ്കാരത്തിൽ നിന്ന് അലങ്കാരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ? ഇയത്വനുച്യത്തെ ഏവ അലങ്കാരാന്തരസ്യാഭിപ്രതീതൗ യത്ര ഭാസത്തെ. എവിടെയാണോ മറ്റൊരു അലങ്കാരം വ്യംഗ്യമായി കിട്ടുന്നത്, അങ്ങനെയുള്ള സന്ദർഭത്തില് എത്ര, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തില് എത്ര വാച്യസ്യ ന തത്പരത്വം, വാച്യമായ അലങ്കാരത്തിന് തത്പരത്വമില്ലെങ്കിൽ, വ്യംഗ്യാർത്ഥത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു ഭാവമില്ലെങ്കിൽ, വ്യംഗ്യാർത്ഥ ഔന്മുഖ്യമില്ലെങ്കിൽ, വ്യംഗ്യാർത്ഥത്തിന് വേണ്ടി തന്റെ സർവസ്വവും സമർപ്പിക്കുക എന്ന ഒരു നിലപാടില്ലെങ്കിൽ, നാസൗ മാർഗോ ധ്വനേർ മതഃ അസൗ ധ്വനേഹ മാർഗ ന ഇതി മതഃ. ഇത് ധ്വനിയുടെ വഴിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ എന്താ പറഞ്ഞത്? ഒരലങ്കാരത്തിൽ നിന്നും മറ്റൊരലങ്കാരം വ്യംഗ്യമായി കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും വാച്യമായ അലങ്കാരത്തിന് വ്യംഗ്യമായ അലങ്കാരത്തോട് തത്പരത്വമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ആ കവിത ധ്വനിയല്ല. ഇത് വെച്ചുകൊണ്ട്, ഈ അലങ്കാരത്തെ വെച്ചുകൊണ്ട് അതൊരു അലങ്കാരധ്വനിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞത്? അലങ്കാരാന്തരസ്യ പ്രതീതൗ സത്യാമപി, വേറൊരു അലങ്കാരം വ്യംഗ്യമായിട്ട്
തോന്നുന്നിടത്തും എത്ര ഏതൊരു കവിതയിലാണോ വാച്യസ്യ വാച്യമായ അലങ്കാരത്തിന് തത്പരത്വം നഭാസത്തെ വ്യംഗ്യാർത്ഥത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന അവസ്ഥ നല്ലപോലെ തെളിഞ്ഞു നിൽക്കാത്തത് അസൗ ആ കവിത ധ്വനേഹേ ന മാർഗ ധ്വനിയുടെ വഴിയല്ല, അത് ധ്വനിയിൽ പെടില്ല. ഇത് നതഃ, ഇതാണ് എൻ്റെ അഭിപ്രായം. അലങ്കാരാന്തരേഷു തു അനുരണന രൂപാലങ്കാര പ്രതീതോ സത്യാമപി, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ മുക്തിയിൽ പറയാണ്, മറ്റൊരു ഏതെങ്കിലും ഒരു അലങ്കാരം അനുരണന രൂപമായിട്ട് തോന്നിയാലും എത്ര ഏതൊരു കവിതയിലാണോ വാച്യസ്യ വ്യംഗ്യപ്രതിപാദന ഔന്മുഖ്യേന ചാരുത്വന്ന പ്രകാശത്തെ വ്യംഗ്യത്തിനെ പ്രതിപാദനം ചെയ്യാൻ വേണ്ടി അതിനോടുള്ള ഔന്മുഖ്യം കൊണ്ടൊരഴക് നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്നില്ലയോ നാസൗ ധനേർ മാർഗ. അപ്പൊ എന്താ പറഞ്ഞത്? താത്പര്യ പുസ്തകമാണല്ലോ, താത്പര്യമാണ് പറഞ്ഞത്. അർത്ഥശക്തി ഭവധ്വനിയില് വ്യംഗ്യമായി അലങ്കാരം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നിടത്ത് ഒരലങ്കാരം കൊണ്ട് മറ്റൊരു അലങ്കാരം കിട്ടുകയാണെങ്കിൽ സൂക്ഷിക്കണം. ആദ്യത്തെ അലങ്കാരത്തിന്, വാച്യമായ അലങ്കാരത്തിന്, വ്യംഗ്യമായ അലങ്കാരത്തിന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക, അതിനു വേണ്ടി മാത്രം ഉത്ഭവിക്കുക എന്നൊരു സ്വഭാവം ഇല്ലെങ്കിൽ ആ കവിതയെ അലങ്കാരധ്വനിയിൽ കൊടുക്കുന്നത്. തഥാച ദീപകാദോ അലങ്കാരേ ഉപമായാഹ ഗമ്യമാനത്വേപി തത്പരത്വേന ചാരുത്വസ്യ അവ്യവസ്ഥാനാത് ന ധ്വനിവേദ. ഇത് എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദീപകാലങ്കാരം പഠിച്ചിട്ടുണ്ട്. എന്താണ് ദീപകാലങ്കാരം? ഉപമാനങ്ങളോ ഉപമേയവും എല്ലാം ഒരേപോലെ ധർമ്മം, ഒരേപോലെ ഒരു സ്വഭാവം ഉണ്ടാവുക. വദന്തി വർണ്യാവർണ്യാനാം ധർമ്മൈക്യം ദീപകം ബുദ്ധാഹ എന്നാണ്. വർണ്യത്തിനും അവർണ്യത്തിനും, പ്രസ്തുതത്തിനും അപ്രസ്തുതത്തിനും, ഉപമേയത്തിനും ഉപമാനത്തിനും ഒരേപോലെ ധർമ്മങ്ങൾ ഉണ്ടാവുക. എന്താ ഉദാഹരണം? ചാപേന ഭ്രാജത്തെ ശൂരഃ, അല്ല താപേന ഭ്രാജത്തെ ശൂരഃ, ശൂരശ്ചാപേന രാജത്തെ. സൂര്യൻ ചൂടുകൊണ്ട് തിളങ്ങുന്നു, ശൂരൻ വില്ലുകൊണ്ട് തിളങ്ങുന്നു. അപ്പൊ രണ്ടുപേരും തിളങ്ങുന്നു എന്നുള്ള ധർമ്മം രണ്ടുപേർക്കും സമാനമാണ്. അപ്പൊ വർണ്യത്തിനും അവർണ്യത്തിനും തമ്മിൽ ഒരേപോലെയുള്ള ധർമ്മം പറഞ്ഞു വെച്ചു. ഇത് ദീപകാലങ്കാരമാണ്. ഒരു വിളക്ക് ഒളിച്ചു വെച്ചാൽ അത് അകത്തേക്കും പുറത്തേക്കും വെളിച്ചം വീശുന്നത് പോലെ ഉമ്മറപ്പടിയിൽ വിളച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് അകത്തേക്കും വെളിച്ചം വീശും, പുറത്തേക്കും വെളിച്ചം വീശും. ഇതുപോലെ ഇവിടെ രാജതേ എന്നുള്ള ധർമ്മം, രാജനധർമ്മം, ശൂരനും സൂര്യനും രണ്ടുപേർക്കും ഒരേപോലെ യോജ്യമാണ്, രണ്ടുപേരിലും ഉള്ളതാണ്. ഇത് ദീപകാലങ്കാരം. അപ്പൊ ഇതുകൊണ്ട് എന്ത് കിട്ടി? സൂര്യനെ പോലെ, തിളങ്ങുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്നു ഇതാ ഈ ധനുർധാരി എന്ന ഔപമ്യം കിട്ടി. അപ്പൊ ദീപകം എന്ന വാച്യാലങ്കാരത്തിൽ നിന്നും നമുക്ക് പ്രതീയമാനമായിട്ട് എന്ത് കിട്ടി? ഉപമ എന്ന അലങ്കാരം കിട്ടി. പക്ഷേ ഇത് ധ്വനി അല്ല, വെറും ഒരു അലങ്കാരമാണ്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉപമ കൊണ്ട് വാച്യാർത്ഥം ശോഭിക്കുന്നു എന്നല്ലാതെ, വർണ്യാവർണ്യങ്ങളുടെ ധർമ്മൈക്യം എന്നത് ശോഭിക്കുന്നു എന്നല്ലാതെ ഉപമയ്ക്കല്ല ഇവിടെ പ്രാധാന്യം. ഉപമയ്ക്ക് വേണ്ടിയിട്ടല്ല ദീപകം പറഞ്ഞിരിക്കുന്നത്. തഥാച്ച ദീപകാദോ അലങ്കാരെ ഉപമായാഹ ഗമ്യമാനത്വേപി, ഉപമ വ്യംഗ്യമായിട്ട് അവിടെ മനസ്സിലാവുന്നുണ്ടെങ്കിലും തത്പരത്വേന ചാരുത്വസ്യ അവ്യവസ്ഥാന. അഴക്, ഈ ദീപകത്തിന് അഴക് ഉപമയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, അതുകൊണ്ട് അങ്ങനെയല്ല അഴക് വരുന്നത്. ദീപകത്തിന് അഴക് വരുന്നത് ഉപമ കൊണ്ട് ദീപകം ശോഭിക്കുന്നു. ദീപകം കൊണ്ട് ഉപമയല്ല ശോഭിക്കുന്നത്, വ്യംഗ്യമായി കിട്ടുന്ന ഉപമ കൊണ്ട് ഈ പറഞ്ഞ ഈ ധർമ്മൈക്യം ശോഭിക്കുന്നു. അപ്പൊ അവിടെ വാച്യത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് ഈ വാച്യമായ അലങ്കാരം തത്പരത്വത്തെ പേറുന്നില്ല. വ്യംഗ്യമായ അലങ്കാരത്തിന് വേണ്ടി നിലകൊള്ളുക, അതിന് അഴക് കൊടുക്കാൻ വേണ്ടി ജനിക്കുക, അതിനു വേണ്ടി മരിക്കുക, അതിനു വേണ്ടി ജീവിക്കുക എന്ന സ്വഭാവം ഇവിടെ ദീപകാലങ്കാരത്തിന് ഇല്ല. അതുകൊണ്ട് അത് ധ്വനിയല്ല. ഇത് പറയാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പദ്യം അദ്ദേഹം പ്രാകൃതഗാഥ ഉദ്ധരിക്കാം. അപ്പൊ എന്തിനാ അത് പറയുന്നത്? ഇത് അർത്ഥശക്തി മൂലധ്വനി അല്ല. കേട്ടാൽ നമുക്ക് അർത്ഥശക്തി മൂലധ്വനിയാണോ എന്ന് തോന്നും.
എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. എന്താണ് ഉദാഹരണം? ചന്ദ്രമയോ ഖൈർനിശാ നളിനീ കമലൈഹി കുസുമഗുച്ഛൈർലതാ ഹംസൈഃ ശാരദശോഭാ കാമ്യകഥാ സജ്ജനൈഃ ക്രിയത്തെ ഗുർവീ. ക്രിയത്തെ ഗുർവീ, ഗൗരവമുള്ളതായി തീരുന്നു, ശ്രവണസുഭഗമായി തീരുന്നു, മനോഹരമായി തീരുന്നു. ഈ കാര്യം എല്ലാറ്റിനും ചേരും. എന്തിനൊക്കെ ചേരും? ഇപ്പൊ എന്തിനെ കുറിച്ചാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഒരാൾ നല്ല കവിത എഴുതിയാൽ ആ കവിത ഗൗരവമേറിയ ഒരു കവിതയാവണമെങ്കിൽ, ശ്രവണമധുരമായിട്ടുള്ള ഒരു കവിതയാവണമെങ്കിൽ, ആലോചനാമധുരമായിട്ടുള്ള ഒരു കവിതയാവണമെങ്കിൽ, അതിന് മഹിതമായ ഒരു കവിതയാവണമെങ്കിൽ എന്ത് വേണം? നല്ല വായനക്കാരൻ അത് ആസ്വദിച്ച് അത് ചർച്ച ചെയ്ത് നല്ലൊരു നിരൂപകൻ വന്ന് ഇത് അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ ആളുകൾ അത് ശ്രദ്ധിക്കുകയും എല്ലാവരും ചർച്ച ചെയ്ത് അതിനെ ആസ്വദിക്കുകയും ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അത് ഗൗരവമുള്ളതായി തീരുന്നുള്ളൂ, ശ്രവണസുഭഗമായി തീരുന്നുള്ളൂ, ആലോചനാമധുരമായി തീരുന്നുള്ളൂ ആ കാവ്യം. അതുവരെ അത് ശോഭിക്കുന്നില്ല. അപ്പൊ എപ്പോഴാ കാവ്യകഥ ഗൗരവമേറിയതായി തീരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സജ്ജനങ്ങളെ കൊണ്ടാണ് അത് ഗൗരവമേറിയതായി തീരുന്നത്. ഇതാണ് പ്രകൃതം. കാവ്യകഥ സജ്ജനൈഹി ഗുർവീ ക്രിയതേ. അപ്പൊ ഇത് പറയാൻ ഇതേപോലെ ധർമ്മമുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ, ഇത് ഉപമേയം, വർണ്ണിക്കാനുള്ള വസ്തു. ഉപമാനം ഇതുപോലെ ചില സാധനങ്ങളെ കൊണ്ട് ചില സാധനങ്ങൾ സാർത്ഥകമാവുന്നത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഉപമേയത്തിനും ഉപമാനത്തിനും ഒരേപോലെ ഒരു ധർമ്മമുണ്ട്. ഗുരുതരമാക്കപ്പെടുന്നു, ഗൗരവമേറിയതാക്കപ്പെടുന്നു, ശ്രദ്ധാസ്പദമാക്കപ്പെടുന്നു, ശ്രവണമധുരമാക്കപ്പെടുന്നു, മഹിതമാക്കപ്പെടുന്നു എന്നുള്ളത് എവിടെയാ? ഏതൊക്കെയാ ആ ഉപമാനങ്ങളായിട്ടുള്ള സെറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രമയോ ഖൈർനിശാ, രാത്രി മനോഹരമാവുന്നത് ചന്ദ്രിക കൊണ്ടാണ്. ചന്ദ്രികയ്ക്ക് ഒരു എന്താണ്? ചന്ദ്രമയൂഖൈഹി നിശായാഹ ഗുരുകീകരണം ഭാസ്വരത്വ സേവ്യത്വാദി യക്രിയതേ. ചന്ദ്രമയൂഖങ്ങൾ രാത്രിയെ പ്രകാശിപ്പിക്കുന്നു, ആസ്വാദ്യമാക്കുന്നു. അപ്പൊ ചന്ദ്രമയൂഖങ്ങൾ ഇല്ലെങ്കിൽ, ചന്ദ്രിക ഇല്ലെങ്കിൽ രാത്രി ആസ്വാദ്യവുമാവില്ല, ഭാസ്വരവും പ്രകാശപൂർണവുമാവില്ല. അപ്പൊ രാത്രി പ്രകാശപൂർണമാവണമെങ്കിൽ, അത് അട്രാക്റ്റീവ് ആവണമെങ്കിൽ ചന്ദ്രിക വേണം. അപ്പൊ അത് ഇതിലേക്ക് നമുക്ക് ശരിക്കും അന്വയിക്കാം. കാവ്യകഥ സജ്ജനങ്ങൾ ഉണ്ടെങ്കിലേ കാവ്യകഥ ഗുർവിയാവുന്നുള്ളൂ, ശ്രവണമധുരവും ആസ്വാദയോഗ്യവും ഒക്കെ ആവുന്നുള്ളൂ എന്നാണ്. അതുപോലെയാണ് നളിനീ കമലൈഹി, താമരപ്പൊയ്ക. എപ്പോഴാ അത് കാണാൻ ചേലുള്ളതാവുന്നത്? കമലൈഹി, താമരകൾ വിടരണം, താമരകൾ ഉണ്ടാവണം, മൊട്ടിടണം, അത് വിടരണം. അപ്പോൾ താമരപ്പൊയ്ക അത് ശോഭിക്കും, അത് സർവജനഹൃദ്യമാകും. അതുപോലെ കുസുമഗുച്ഛൈർലതാ, വള്ളി പൂങ്കുലകൾ ധാരാളം അണിയണം. പൂങ്കുലകൾ അണിഞ്ഞു കഴിഞ്ഞാൽ ലത അത് ആസ്വാദ്യമാവും, ഹൃദ്യമാവും. ഹംസൈഹി കുസുമഗുച്ഛൈഹി ലതായാഹ അധിഗമ്യത്വ മനോഹരത്വാദി. അതുപോലെ ശാരദശോഭ, ഹംസങ്ങളാലാണ് ശാരദശോഭ വിരിയുന്നത്. ഹംസൈഹി ശാരദശോഭായാഹ ശ്രുതിസുഖകരത്വ മനോഹരത്വാദി. ഹംസകാന്തി കൊണ്ടാണ്, ഹംസശിഞ്ചിതങ്ങളെ കൊണ്ടാണ് ശാരദ ഋതുവിന് ശോഭയുണ്ടാകുന്നത്. അപ്പൊ ശാരദത്തെ സാർത്ഥകമാക്കുന്നത് ഹംസങ്ങളാണ്, നിശയെ മനോഹരിയാക്കുന്നത് ചന്ദ്രമയൂഖങ്ങളാണ്, നളിനിയെ ഹൃദ്യമാക്കുന്നത് കമലങ്ങളാണ്, ലതയെ മനോഹരയാക്കുന്നത് കുസുമഗുച്ഛങ്ങളാണ്. അതുപോലെ സജ്ജനങ്ങളാണ് കാവ്യകഥയെ ഗുർവിയാക്കുന്നത് എന്ന ഉപമ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഉപമ തിരിഞ്ഞ്
ദീപകത്തിനെ പറഞ്ഞ ദീപകത്തിനെ സുന്ദരതരമാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധ, വായനക്കാരന്റെ ശ്രദ്ധ ഉണ്മയിലല്ല നിൽക്കുക, ആ ഉപമ കൊണ്ട് തെളിയുന്ന ദീപകത്തിലാണ് ശ്രദ്ധ തിരിയുക. അതുകൊണ്ട് ഇവിടെ ധ്വനിയില്ല. വാസ്തവത്തിലെ ദീപകത്തിൽ നിന്നും ഉപമ കിട്ടുന്നു, ഒരു അലങ്കാരത്തിൽ നിന്നും മറ്റൊരു അലങ്കാരം കിട്ടുന്നു. പക്ഷെ തെളിച്ചം ദീപകത്തിനാണ്, വാച്യത്തിനാണ്. അതുകൊണ്ട് ഇത് ധ്വനിയല്ല. വാച്യത്തിന് വ്യംഗ്യപരത്വമില്ല. ഇവിടെ നിലാവൊളി കൊണ്ട് രാവ് എന്നിങ്ങനെ 4 പ്രസ്തുതങ്ങൾക്കും സജ്ജനങ്ങളെ കൊണ്ട് കാവ്യകഥ എന്ന പ്രസ്തുതത്തിനും മേന്മയും ഗൗരവവും തികഞ്ഞു നിൽക്കുന്നു എന്ന ഏകധർമ്മ സംബന്ധം വഴി ദീപകം ഭാസുരച്ഛവിയേന്തി മിന്നുന്നു. വർണ്യാവർണ്യങ്ങളുടെ സാധർമ്മ്യം വാച്യമായ ദീപകത്തിന് എന്ന് പറഞ്ഞാൽ കിട്ടിയ വർണ്യാവർണ്യങ്ങളുടെ സാധർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപമാലങ്കാരം, കിട്ടിയ ഉപമാലങ്കാരം, അതായത് പ്രസ്തുതമായിട്ടുള്ള കാവ്യകഥയുടെയും സജ്ജനങ്ങളുടെയും വിഷയവും അപ്രസ്തുതമായിട്ടുള്ള രാത്രിയുടെയും നിലാവിന്റെയും, അതുപോലെ 4 പറഞ്ഞല്ലോ, ഇതിന്റെയും വിഷയം രണ്ടും ഒരുപോലെയാണ് എന്നുള്ള സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ സാദൃശ്യമാണ്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഉപമയാണ്. വ്യംഗ്യമായി കിട്ടിയ ഉപമ സാധർമ്മ്യം വാച്യമായ ദീപകത്തിനെ മാറ്റി ഇയറ്റി സ്വയം മങ്ങി നിൽക്കുന്നത് കൊണ്ട്, വ്യംഗ്യം മങ്ങി നിൽക്കുകയാണ്, വ്യംഗ്യം വാച്യത്തിന് അഴകു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദീപകം പ്രാധാന്യം നേടി കാവ്യത്തെ ഗുണീഭൂത വ്യംഗ്യമാക്കുന്നത് ധ്വനിയല്ല, പിന്നെന്താണ്? ഗുണീഭൂത വ്യംഗ്യകാവ്യമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, കവിയും സർവ്വയന്മാരും എന്നാണ് പറയുന്നത്. അലങ്കാരത്തിൽ നിന്നും അലങ്കാരം കിട്ടുന്നിടത്ത് വാച്യാലങ്കാരത്തിന് വ്യംഗ്യാലങ്കാര പരത്വമില്ലെങ്കിൽ, തത്പരത്വമില്ലെങ്കിൽ അത് ധ്വനിയാവില്ല. ഇത്യാദിഷു ഉപമാഗർഭത്വേപി സതി, ഉപമ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ദീപകാലങ്കാരത്തിൽ. എന്ന് വെച്ചാൽ ഉപമ വ്യംഗ്യമായി കിട്ടുന്നുണ്ട് എങ്കിലും വാച്യാലങ്കാര മുഖേന ഇവ ചാരുത്വം, വാച്യാലങ്കാരം കൊണ്ടാണ് ഇവിടെ കവിതയ്ക്ക് അഴക് കൈവരുന്നത്. വ്യവതിഷ്ഠത്തെ ന വ്യംഗ്യാലങ്കാര താത്പര്യേണ, വ്യംഗ്യാലങ്കാരം പറയാൻ വേണ്ടിയിട്ടല്ല വാച്യാലങ്കാരം നിൽക്കുന്നത് എന്നുള്ളത്, അഴക് വാച്യാലങ്കാരം കൊണ്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അത്ര വാച്യാലങ്കാര മുഖേന കാവ്യോപദേശവും ന്യായ. ഇവിടെ പ്രധാനം വാച്യമായ ദീപകമായതുകൊണ്ട് അതിന് വെച്ചുകൊണ്ട് ഇവിടുത്തെ കവിതയെ അലങ്കാരകാവ്യം എന്ന് വിളിക്കണം, അലങ്കാരധ്വനി എന്ന് വിളിക്കരുത്. എത്രത്തോ വ്യംഗ്യപരത്വേന ഇവ വാച്യസ്യ വ്യവസ്ഥാനം, എവിടെയെങ്കിലും വാച്യമായ അലങ്കാരം വ്യംഗ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ തത്ര വ്യംഗ്യമുഖേന ഇവ വിപദേശോ യുക്ത, അവിടെ വ്യംഗ്യത്തെ വെച്ചുകൊണ്ട് അലങ്കാരധ്വനി എന്ന് പറയാം. ഇവിടെ അലങ്കാരം കാവ്യം എന്ന് പറയാം. വാച്യമായ അലങ്കാരമാണ് ശോഭിക്കുന്നത്, വ്യംഗ്യമായ അലങ്കാരമല്ല. അതുകൊണ്ട് അലങ്കാരധ്വനിയല്ല. യഥാ, ഇനി ഇതേപോലെ വേറൊരു പദ്യം, അല്ല ഇതേപോലെ അല്ല, ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ വാക്യം ഉണ്ടല്ലോ, ആ വാക്യത്തിന് ഉദാഹരണമാണ്. എന്താ അവസാനം പറഞ്ഞത്? എവിടെയാണോ വ്യംഗ്യത്തിന് പ്രാധാന്യം വരുന്നത്, വ്യംഗ്യപരമായിട്ട് വാച്യം നിലകൊള്ളുന്നത്, അവിടെ അലങ്കാരധ്വനി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അലങ്കാരധ്വനിക്ക് ഉദാഹരണമാണ്. ഇതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണം അലങ്കാരധ്വനി ആവില്ല, അത് വെറും ദീപകാലങ്കാരമാണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് അലങ്കാരധ്വനിക്കുള്ള ഉദാഹരണമാണ്. ഇവിടെ സമുദ്ര തീരത്ത് ഒരു രാജാവ് ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ പറയാണ്, രാജാവിനോട് ഒരാൾ പറയാണ്, നോക്കൂ കടല് കിടന്ന് വിറയ്ക്കുന്ന കണ്ടില്ലേ, പേടി പൂണ്ട് വിറയ്ക്കുന്നു കടല് എന്ന് പറയാണ്. കടല് ഈ രാജാവിനെ കണ്ട് പേടി പൂണ്ടിട്ടാണോ വിറയ്ക്കുന്നത്? അല്ല, കടല് പുറംകടല് എരമ്പി നിൽക്കും, അതെപ്പോഴും അങ്ങനെയാണ്, അതിന്റെ സ്വഭാവമാണ്. ഉൾക്കടല് ശാന്തമായിരിക്കും, പുറംകടല് അതിങ്ങനെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വിറകൊള്ളുകയാണ് എന്നാണ്. അപ്പൊ ഉത്പ്രേക്ഷ ചെയ്യുകയാണ്. എങ്ങനെ ഉത്പ്രേക്ഷ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ സമുദ്രം എങ്ങനെയൊക്കെ വിചാരിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രാപ്തശ്രീരേഷ കസ്മാത് പുനരപിമയിതം മന്ഥഖേദം വിദധ്യാത്. പണ്ട് ഇവൻ ദേവന്മാരെ കൊണ്ട് എന്നെ കടയിച്ചിട്ടുണ്ട്. ദേവന്മാരും അവസരന്മാരും കൂടി കടഞ്ഞു എന്നെ, കടലിനെ. കടൽ ഇങ്ങനെ കരുതുകയാണ്. കടല് വിറകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് വിറകൊണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പണ്ട്
ദേവന്മാരെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും ഈ മഹാവിഷ്ണു എന്ത് ചെയ്തു? സൂത്രമായിട്ട് പോയിട്ട് അമൃതം മഥനം ചെയ്ത് അമൃതം, സമുദ്രത്തെ മഥനം ചെയ്ത് അമൃതം നേടൂ, അത് കഴിച്ചാൽ മതി, അതിന് അസുരന്മാരുടെ കൂട്ടു പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അസുരന്മാരെയും ദേവന്മാരെയും കൊണ്ട് കടല് കടയിച്ചു. എന്നിട്ട് അമൃതം അവർക്ക് കിട്ടി എന്നുള്ളത് പോട്ടെ, വിഷ്ണുവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തനിക്ക് സുന്ദരിയായ പെണ്ണ് വേണം, സമുദ്രത്തിന്റെ മകളെ വേണം. അപ്പൊ ഇവര് കടന്നു കഴിഞ്ഞാൽ സമുദ്രം മകളെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവളെ ഈസി ആയിട്ട് കൈക്കലാക്കാം. അപ്പൊ ലക്ഷ്മി ദേവിയെ കിട്ടാൻ വേണ്ടി പണ്ട് സമുദ്രത്തെ മഥനം ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ദേവി കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി വീണ്ടും എന്തിനാണാവോ ഇവൻ ഇത് അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് പേടിച്ച് അരണ്ടിട്ടാണ് വിറയ്ക്കുന്നത് സമുദ്രം. ആ പേടി കൊണ്ടാണോ സമുദ്രം വിറയ്ക്കുന്നത് എന്ന് ഉത്പ്രേക്ഷ ചെയ്യുകയാണ്. പിന്നെയും കടൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവനൊരു സ്വഭാവം ഉണ്ടല്ലോ, ചൂടനാണ്. എല്ലാവരും വിഷ്ണുവിനെ തണുപ്പൻ എന്നാ പറയാ, ശിവനാണ് ചൂടൻ. വിഷ്ണു മഹാ തണുപ്പനാണ്. ഭൃഗു മാറിൽ കയറി ചവിട്ടിയിട്ടും അയ്യോ മഹർഷയെ കാല് വേദനിച്ചോ എന്ന് പറഞ്ഞ് കാല് തടവി കൊടുത്ത ആളാണ്, തണുപ്പനാണെന്ന് പറയാ. പക്ഷെ സമുദ്രം പറയാണ് ഇവൻ മഹാചൂടനാണ്, ശരീരം എപ്പോഴും ചുട്ടുപൊള്ളുന്നതുകൊണ്ട് തണുത്ത കടലില് തണുത്ത പാമ്പിന്റെ ശരീരത്തിന്റെ മുകളിലാണ് എപ്പോഴും 24 മണിക്കൂറും കിടന്നുറക്കാണ്. കിടന്നങ്ങനെ ആ തണുപ്പില്, വേറെ ആരെങ്കിലും ആണെങ്കിൽ AC, ഗംഭീരമായിട്ടുള്ള AC-യിൽ ഇങ്ങനെ ജീവിതം ജനിച്ചത് മുതൽ മരണമില്ലല്ലോ, അങ്ങനെ തണുപ്പിൽ തന്നെ കിടക്കുകയാണ്. ആ വിറങ്ങലിച്ചു പോവില്ലേ, ഇയാൾ അതിലെ കിടക്കുന്നത്, കാരണം അതുകൊണ്ട് ചൂടനാണ്. അപ്പൊ ഇനിയിപ്പോ കിടന്നുറങ്ങാൻ വേണ്ടി വന്നതാണോ എൻ്റെ അടുത്തേക്ക് എന്നും ആലോചിച്ചു. എന്നിട്ട് കടൽ ആലോചിക്കാണ്, ഇവൻ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോഴൊന്നും മടിയില്ല. അപ്പൊ നിദ്രാമപ്യസ്യ പൂർവാം, മുമ്പൊക്കെ എപ്പോഴും ഉറക്കം ഉണ്ടായിരുന്നു, ഓരോ ഉറക്കം തൂങ്ങിയായിരുന്നു. ഇപ്പോ അങ്ങനെയല്ല. ആ നലസമനസഹ, ഇപ്പൊ ആലസ്യമില്ല അയാൾക്ക്. ദൈവസംഭാവയാമി, അപ്പൊ ഉറക്കത്തിന് വേണ്ടി വന്നാവില്ല. പിന്നെ എന്തിനാണാവോ ഇപ്പോ കടൽ തീരത്ത് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇവൻ നിൽക്കുന്നത്? ഓഹോ, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കുമോ? സേയം സേതും ബധ്നാതി ഭൂയഃ കിം, പണ്ട് ഇവൻ എന്നെ അടക്കാൻ വേണ്ടി തപസ് ചെയ്തു, ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. എന്നിട്ട് ഞാൻ പോയി വിനയം നടിച്ച് അവന്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് സീതയെ നേടണം, എനിക്ക് സമുദ്രം താണ്ടണം, എനിക്ക് മാത്രമല്ല ഈ വാനരപ്പടയ്ക്ക് മുഴുവൻ താണ്ടണം. നീ എന്തുകൊണ്ട് എനിക്ക് അടങ്ങി ഒതുങ്ങി മാറി തരുന്നില്ല എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ സാരില്ല, ഞാൻ വാനരന്മാരെ ഒന്ന് അണകെട്ടിക്കോട്ടെ, ഞാൻ കല്ലുകളൊന്നും താഴെ പോവാതെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ അണ പണിഞ്ഞു പണ്ട് ഇവൻ. അതുപോലെ വീണ്ടും അണ പണിയാൻ വന്നതാണോ? അതാവില്ല. ആണോ? സേതും ബധ്നാതി ഭൂയഃ കിം, ഭൂയഃ സേതും ബധ്നാതി, ഭൂയഃ വീണ്ടും സേതുബന്ധനം ചെയ്യാമെന്നതാണോ ഇവൻ എന്ന് സമുദ്രം വിറകൊള്ളുകയാണെന്ന് എന്ത് വിചാരിച്ചിട്ട് ത്വയ്യായാതേ വിതർക്കാനിതി ദധതൈവാഭാതി കമ്പഃ പയോധേഃ, വിതർക്കാൻ ദധതഃ പയോധേഃ കമ്പഃ. ഇങ്ങനെയൊക്കെ പല സംശയങ്ങളെയും പലതരം വിചാരങ്ങളെയും വിതർക്കങ്ങളെയും ചെയ്യുന്നവനായ സമുദ്രത്തിന്റെ ഈ വിറയല് നീ വന്നപ്പോഴാ വിറച്ചത്. രാജാവിനോട് പറയാണ് ഒരാള്. ആരാണ് രാജാവേ അങ്ങ്? സകല ദ്വീപനാഥാനുയാതഃ, ഉത്സാഹം കൊണ്ട് നിൽക്കുന്ന എല്ലാ അരജന്മാരെയും അനുചരരാക്കി ഇദ്ദേഹം പിന്നെയും എന്നെയാണ് എന്തിനാണ് കെട്ടുന്നത്? അതാണ്. അപ്പൊ രാജാവ് സമുദ്രത്തെ കുറിച്ചല്ല പറയുന്നത്, രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. സകല ദ്വീപനാഥാനുയാതനാണ്, സകല ദ്വീപനാഥാനുയാതനാണ് അല്ലയോ രാജാവേ അങ്ങ്. അങ്ങയെ കണ്ടിട്ട് ഈ ആയാതെ നീ വന്നപ്പോൾ സമുദ്രം ഇങ്ങനെ വിറയ്ക്കുകയാണെന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ഇവിടെ വാച്യമായ ഒരു അലങ്കാരമുണ്ട്. എന്താണ്? സസന്ദേഹം ഉത്പ്രേക്ഷ എന്നൊക്കെ പറയാം. പ്രകൃതത്തിൽ കടലിന്റെ സ്വാഭാവികമായ ചാഞ്ചല്യത്തെ, കടല് വിറയ്ക്കുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. പക്ഷെ കവി എന്താ ചെയ്തിരിക്കുന്നത്? ഇമ്മത്തിൽ സന്ദേഹം കൊണ്ട്, ഇങ്ങനെയൊക്കെ പല വിചാരങ്ങളെ കൊണ്ട് ഇയാള് പേടിച്ച് വിറയ്ക്കുകയാണ് എന്ന് ഉത്പ്രേക്ഷ ചെയ്തിരിക്കുകയാണ്. സന്ദേഹം കൊണ്ട് നടുങ്ങി വിറയലായി ഉത്പ്രേക്ഷിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഇവിടെ സന്ദേഹോപ്രേക്ഷ സങ്കരം, സന്ദേഹാലങ്കാരത്തിന്റെയും ഉത്പ്രേക്ഷാലങ്കാരത്തിന്റെയും ഒരു സങ്കരമാണ്. അതാണ് ഇവിടെ വാച്യാലങ്കാരം. സന്ദേഹോപ്രേക്ഷ സങ്കരം വാച്യം. അതിൽ നിന്ന് അപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? വാസ്തവത്തിൽ ഈ കവി പറയുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് വിഷ്ണുവാണ്, വിഷ്ണു തുല്യനാണെന്നാണ്. പണ്ട് വിഷ്ണു ലക്ഷ്മിയെ കിട്ടാൻ വേണ്ടി കടൽ കടഞ്ഞു. ഇപ്പൊ അതാ വീണ്ടും ഇയാൾ കടൽ കടയാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങേ കണ്ട് വിഷ്ണു ആണെന്ന് ഇയാൾ കരുതിയിട്ടുണ്ട്, വിഷ്ണുവിനെ പോലെയാണെന്ന് ആണ്. അതുപോലെ പണ്ട് വിഷ്ണു കടലിൽ കിടന്നിരുന്നു, ഇപ്പൊ ഇയാളുടെ കിടക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണുവാണങ്ങ്, വിഷ്ണു തുല്യനാണങ്ങ് എന്ന കടലിന് തോന്നിയെന്നാണല്ലോ. അപ്പൊ ഉപമ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കവിനിബദ്ധനായ ഭർത്താവിന്റെ പ്രൗഢോക്തി കൊണ്ട് രാജാവിന് വാസുദേവതാദ്രൂപ്യദ്വാര രൂപകാലങ്കാരം ധരിക്കുന്നു. ഉപമയിലല്ല, ഉപമ അല്ല, വിഷ്ണുവിനെ പോലെ എന്നല്ല, വിഷ്ണു തന്നെയാണെന്നാണ്. അപ്പൊ രൂപകമാണ്. ഈ വന്നിരിക്കുന്ന രാജാവ് എന്നെ വിഷ്ണുവായിട്ട് കാണുകയാണ്. രാജാവില് വിഷ്ണുവിന്റെ അഭേദം ആരോപിച്ചിരിക്കുകയാണ്. അപ്പൊ രൂപകാലങ്കാരം. അപ്പൊ വന്നിരിക്കുന്ന രാജാവ് വിഷ്ണു അല്ലെങ്കിൽ വീണ്ടും കടൽ കടയാൻ ലക്ഷ്മിക്ക് വേണ്ടി ഇയാൾ എന്തിനാ, ലക്ഷ്മിയെ കിട്ടിക്കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ കടൽ കടയാൻ വരുന്നത് എന്നൊക്കെ പറയുന്നത് രാജാവിനെ രാജാവായിട്ടല്ല സമുദ്രം കാണുന്നത്, പിന്നെയോ വിഷ്ണുവായിട്ടാണ് കാണുന്നത്. അപ്പൊ രൂപകം എന്ന അലങ്കാരം ഇവിടെ വ്യംഗ്യമായി കിട്ടുന്നു. ആ രൂപകാലങ്കാരത്തിനാണ് അഴക്. ആ രൂപകാലങ്കാരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സന്ദേഹവും ഉത്പ്രേക്ഷയും അവ തമ്മിലുള്ള സങ്കരവും. നോക്കൂ, ഇവിടെ വേണമെങ്കിൽ വ്യതിരേകം എന്നൊരു അലങ്കാരം നമുക്ക് വിചാരിക്കാം, പക്ഷെ അതിന് വലിയ ശോഭയൊന്നുമില്ല എന്നാണ്. വ്യതിരേക അലങ്കാരം വ്യംഗ്യമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ്. എന്താ വ്യതിരേക അലങ്കാരം? വിഷ്ണുവിനേക്കാളും മികച്ചവനാണ് അല്ലയോ രാജാവേ എന്ന് ഈ പറയുന്ന ആൾ പറയുന്നുണ്ട്. കാരണം എന്താ? വിഷ്ണുവിന് ലക്ഷ്മിയെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ കടൽ കടന്നിട്ടാണ് കിട്ടിയത്. രാജാവിന് ആ അവസ്ഥ ഇല്ല, അയാൾ പ്രാപ്തശ്രീ തന്നെയാണ്, എപ്പോഴും പ്രാപ്തശ്രീയാണ്. അതുകൊണ്ടാണ് പ്രാപ്തശ്രീ ആയിട്ടുള്ള ഇയാൾ എന്തിനാ എന്നെ കടയാൻ വരുന്നതെന്ന് കടലിൽ ചിന്തിക്കുന്നത്. അതുപോലെ വിഷ്ണു അലസനാണ്, രാജാവ് അനലസ മനസ്സാണ്. എപ്പോഴും ശത്രു രാജ്യങ്ങളെ കീഴടക്കുക, സ്വന്തം പ്രജകളെ സന്തോഷത്തോടുകൂടി ഭരിക്കുക, സന്തോഷത്തോടുകൂടി കഴിയുന്ന വിധത്തിൽ ഭരിക്കുക, അവരെ പരിപാലിക്കുക. അപ്പോൾ ഉത്സാഹശീലനാണ്. വിഷ്ണു അലസനാണ്. ഇയാൾക്ക് വിഷ്ണുവിന് വാനരപ്പട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജാവിനോ സകല ദ്വീപനാഥ അനുയാതനാണ്. എല്ലാ ദ്വീപുകളുടെയും നാഥന്മാര്, ദ്വീപപതികളെല്ലാം, എല്ലാ രജന്മാരും, എല്ലാ രാജാക്കന്മാരും ഇയാളുടെ പിന്നാലെ നടക്കണം. എന്ന് വെച്ചാൽ എല്ലാവരെയും ജയിച്ചിട്ടുണ്ട്. വിഷ്ണു വെറും വാനരപ്പട മാത്രമേ ഉള്ളൂ. നിരാലംബനായിട്ടാ സമുദ്രത്തിന്റെ അടുത്ത് പോയിട്ട് കോപിച്ചതും വഴിക്ക് വേണ്ടി യാചിച്ചതും ഒക്കെ. പ്രബലനായ ശത്രു ഉണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു, രാവണൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രാജാവ് എല്ലാവരും ജയിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇപ്പൊ അനുചരന്മാരാണ്, സകല ദ്വീപനാഥ അനുയാതനാണ്. എല്ലാ ദ്വീപപതികളായിട്ടുള്ള രാജാക്കന്മാരും ഈ രാജാവിന്റെ പിന്നിൽ നടക്കുന്നവരാ. അപ്പൊ ഇവിടെ ഒരു വ്യതിരേക അലങ്കാരം വേണമെങ്കിൽ സംശയിക്കാം, ഉണ്ടല്ലോ, വ്യംഗ്യമായി കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ വ്യതിരേക അലങ്കാരം വളരെ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ പോലെ മങ്ങി നിൽക്കുന്നു എന്നാണ്. അങ്ങനെയുണ്ടല്ലോ ചിലർ. അങ്ങനെയുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ ഉദാഹരണം ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു ഉദാഹരണം പറയാം. എന്താ, ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി എന്നൊക്കെ പണ്ട് പാടിയില്ലേ, അതുപോലെ. അപ്പൊ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലാണ് വ്യതിരേകാലങ്കാരം ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. നോക്കൂ, കൂടാതെ ലക്ഷ്മിക്ക് വേണ്ടി കടൽ കടഞ്ഞവനും അനന്തശയിൽ യോഗനിദ്രാണനും കടലിൽ അണപണിഞ്ഞവനും ആയ വാസുദേവനേക്കാൾ പ്രാപ്തശ്രീകനും മറ്റുമായി രാജദേവൻ മികച്ചവനാണ് എന്നിങ്ങനെ വ്യതിരേകം അതിഥിയായി വന്നിരിക്കുന്നു. എന്നാലും ഇന്നാകട്ടെ വിഷ്ണുവിനും ഇതൊന്നും വേണ്ടാതായത് നിമിത്തം ഈ മേന്മയ്ക്ക് വലിയ വിലയും മാറ്റും ഇല്ല തന്നെ. അങ്ങനെ വ്യതിരേകം വിളിക്കാതെ വന്നു കയറിയ വിരുന്നുകാരനെ പോലെ അറച്ചു നിൽക്കുകയാണ്.
അപ്പൊ ഇവിടെ ശോഭിക്കുന്ന വ്യതിരേകം ഉണ്ടെന്ന് സംശയിച്ചാലും വ്യതിരേകം അല്ല ശോഭിക്കുന്നത്, ഉപമയാണെന്നാ പറയുന്നത്, അല്ല രൂപകാണെന്ന്. എങ്ങനെ എന്നാൽ രൂപകത്തിന്റെ നില ഇങ്ങനെയല്ല. രാജാവ് വിഷ്ണുവാണെന്ന പ്രതീതി ഇല്ലെങ്കിൽ, അതാണല്ലോ രൂപകം, രാജാവിനെ വിഷ്ണുവായിട്ട് കാണുന്നതാണ്. ഇല്ലെങ്കിൽ, ആ രൂപകം ഇല്ലെങ്കിൽ കടലിന്റെ ഈ കാണിച്ച വിതർക്കങ്ങൾക്ക് ആക്കമില്ലാതാവും. കടൽ ഇങ്ങനെയൊക്കെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ സംശയിച്ചിട്ടാണ് പേടി പൂണ്ട് വിറ കൊള്ളുന്നത് എന്നാണ്. കൂടാതെ സന്ദേഹവും തന്മൂലകമായ ഉത്പ്രേക്ഷയും നാമ്പെടുക്കുകയുമില്ല. എപ്പോഴാ ശരിക്കും ഈ സന്ദേഹവും ഈ ഉത്പ്രേക്ഷ, ഇയാളെ കണ്ടിട്ട് വരകൊള്ളുകയാണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇയാൾ വിഷ്ണുവാണ്, രാജാവിനെ വിഷ്ണുവായി കണ്ടാൽ മാത്രമേ ഈ സന്ദേഹം ഉണ്ടാവുള്ളൂ, ഉത്പ്രേക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവയുടെ അനുഭവത്തിൽ ബലം കൊണ്ട് അവയ്ക്ക് ഉപപാദകമായി തന്നെ രൂപകം ആക്ഷിപ്തമാകുന്നു. എന്നാൽ ആക്ഷിപ്തമായ രൂപകം വാച്യമായ സന്ദേഹ ഉത്പ്രേക്ഷ സങ്കരത്തിന് ഉപസ്കാരകമായിരിക്കുന്നത് കൊണ്ട് രൂപകം എന്ന വ്യംഗ്യം അപ്രധാനമായി പോകുമല്ലോ എന്നാണെങ്കിൽ, രൂപകമില്ലാഞ്ഞാലും പ്രാപ്തശ്രീകനും അല്ലാത്തവനും വിജിഗീഷുവാണെങ്കിൽ കടലിനെ ആക്രമിക്കാമെന്നുള്ളത് കൊണ്ട് ഈ വിതർക്കങ്ങളും തദ്വാര ഉത്പ്രേക്ഷയും സംഭാവ്യമാണ്. വാസ്തവത്തില് വ്യംഗ്യമായ അലങ്കാരം വാച്യമായ സന്ദേഹത്തിനും ഉത്പ്രേക്ഷയ്ക്കും സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വാച്യത്തിനല്ലേ ശോഭ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ രൂപകം ഇല്ലെങ്കിലും ഈ സന്ദേഹത്തിനും ഉത്പ്രേക്ഷയ്ക്കും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് വ്യംഗ്യം വാച്യത്തെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. വ്യംഗ്യമില്ലാതെയും സന്ദേഹത്തിന് ശോഭയുണ്ട്, ജീവനുണ്ട്, ഉത്പ്രേക്ഷയ്ക്കുമുണ്ട്. കാരണം ഏതൊരാളും ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ട് കടലിനെ ആക്രമിക്കാൻ വരാമല്ലോ. ശ്രീ എന്നുള്ളതിന് ഐശ്വര്യം എന്ന് അർത്ഥം എടുക്കാമല്ലോ. അതുപോലെ ഇല്ല. അതുകൊണ്ട് വിഷ്ണു ആവാതെ തന്നെ ഇയാൾ വന്നിട്ട് ഇനിയും ശ്രീ നേടിയ ആള് ഇനിയും ശ്രീക്ക് വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി കടലിൽ കടന്ന് ചെന്ന് മറ്റ് കടലിനപ്പുറമുള്ള രാജ്യങ്ങളെ, ദ്വീപുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരാലോ. അപ്പോ ഈ വിഷ്ണുവാണോ എന്നുള്ള രൂപകം ഇല്ലാതെ തന്നെ സന്ദേഹത്തിനും ഉത്പ്രേക്ഷയ്ക്കൊക്കെ അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വ്യംഗ്യം അവിടെ അംഗമാകുന്നില്ല, അത് അപ്രധാനമാകുന്നില്ല. എന്നാലും ഈ രൂപകം പദ്യത്തിലെ കർത്തൃഭേദാർത്ഥത്തിലുള്ള പുനരപി, പൂർവ, ഭൂയ എന്നീ ശബ്ദങ്ങളാൽ ആകൃഷ്ടമായിരിക്കുന്നുവല്ലോ എന്നാണെങ്കിൽ സമുദ്രം ഒന്നു തന്നെ ആയതുകൊണ്ട് രൂപകം ഉപപന്നമാകുന്നു. മാത്രമല്ല വിഷ്ണുവിന് പൂർവ്വനിദ്ര പോലെ രാജപുത്രാവസ്ഥയിൽ ഇദ്ദേഹത്തിന് നിദ്ര പൂർവ്വസിദ്ധമാകയാൽ അഭിധാവ്യാപാരം കൂടാതെ തന്നെ അർത്ഥസൗന്ദര്യ ബലം കൊണ്ട് അഭേദദ്വാര സർവഥാ രൂപകധ്വനിക്ക് നിന്ന് ഉല്ലസിക്കുവാൻ സാധിക്കുന്നു. ഈ സന്ദേഹവും ഉത്പ്രേക്ഷ ഇല്ലാതെ രൂപകത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാലും ശരിയാവില്ല. സന്ദേഹവും രൂപകം ഇല്ലാതെയും രൂപകം ശോഭിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മുമ്പുള്ള ഉദാഹരണം പോലെയല്ല. മുമ്പുള്ള ഉദാഹരണത്തില് അലങ്കാരത്തിൽ നിന്ന് അലങ്കാരം കിട്ടിയാലും വ്യംഗ്യമായ അലങ്കാരം വാച്യമായ അലങ്കാരത്തിന് വേണ്ടി നിങ്ങൾ വന്ന് സഹായിച്ച് അതിനെ അഴകു കൂട്ടുന്നു. പക്ഷെ ഇവിടെ ഈ സന്ദേഹവും ഉത്പ്രേക്ഷയും ഉടലെടുത്തതും അത് നിലകൊള്ളുന്നതും എല്ലാം തന്നെ ഈ രൂപകത്തെ കാണിച്ചു തരാനാണ്. അപ്പൊ ഈ പദ്യത്തിലൂടെ പറയുന്നത് എന്താണ്? രാജാവ് വിഷ്ണു തന്നെയാണ്, വിഷ്ണുവിനെ പോലെ ഇരിക്കുന്നു എന്നല്ല, വിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് രാജാവ് വന്നപ്പോ സമുദ്രം ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത് എന്ന് തോന്നുന്നു എന്നുള്ള പ്രേക്ഷയ്ക്ക് സാങ്കത്യം ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ അലങ്കാരധ്വനി. ഏതാ അലങ്കാരം? രൂപകാലങ്കാരം. ഏതലങ്കാരത്തിൽ നിന്ന് കിട്ടി? സന്ദേഹോത്പ്രേക്ഷ സങ്കരം. സന്ദേഹം എന്ന അലങ്കാരത്തിന്റെയും ഉത്പ്രേക്ഷ എന്ന അലങ്കാരത്തിന്റെയും സങ്കരം, അത് രണ്ടും കൂടി ഉണ്ടായ വേറൊരു അലങ്കാരം, അതാണ് വാച്യാലങ്കാരം. സന്ദേഹ ഉത്പ്രേക്ഷ സങ്കരം. ഇനി വേറൊരു പദ്യം, അത് ആനന്ദവർദ്ധന്റെ തന്നെ, യഥാ മമൈവ. അതും എന്താണ്? രൂപധ്വനി തന്നെയാണ്. ഇത് ഈ പദ്യം മഹിമഭട്ടൻ വ്യക്തിവിവേകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. എന്താണ് പദ്യം? ലാവണ്യ കാന്തി പരിപൂരിത ദിങ്മുഖേസ്മിൻ സ്മേരേ അധുനാ തവമുഖേ തരളായതാക്ഷി ക്ഷോഭം യദേതി ന മനാഗപി തേന മന്യേ സുവ്യക്തമേവ ജലരാശിരയം പയോധി. പ്രണയകോപം കൊണ്ട് കരിമൂത്തു നിൽക്കുന്ന പ്രേയസിയെ അനുനയിപ്പിച്ച് അവള് ആ കോപം മറന്ന് സന്തോഷത്തോടുകൂടി അവളുടെ മുഖത്ത് ചിരി, പൊട്ടിച്ചിരിയായിട്ടില്ല, മന്ദസ്മിതം,
മുഖം സ്മേരമായി എന്നാണ്. സ്മേരം എന്ന് വെച്ചാൽ അത് വിശേഷണമായിട്ട് വരുള്ളൂ, അത്ര ആ വാക്ക് വിശേഷമായിട്ട് വരില്ല. ചെറിയ മന്ദസ്മിതത്തോടു കൂടിയതായി മുഖം. അപ്പൊ മുഖം തെളിഞ്ഞപ്പോ അവളെ കുറിച്ച് പറയാണ് ആര്? കാമുകൻ. നിന്റെ ഈ മുഖം ഇപ്പോ എങ്ങനെയുള്ള മുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ അഴക് കൊണ്ട് ഈ കോപൊക്കെ മാറി നീ ചിരിച്ചപ്പോ എന്തൊരു അഴകാണ് നിന്റെ ആ മുഖത്തിന്. ആ ലാവണ്യം കൊണ്ട് ദിക്കുകളെ മുഴുവൻ എന്ത് മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. നിന്റെ ഈ മുഖം, സ്മേരമായ മുഖം എന്ത് ചെയ്തിരിക്കുന്നു? അതിന്റെ ലാവണ്യ കാന്തി കൊണ്ട് ദിക്കുകളെ മുഴുവൻ മുക്കിയിരിക്കുകയാണ്. ദിങ്മുഖങ്ങളെ മുഴുവൻ നിറച്ചിരിക്കുകയാണ്. ലാവണ്യ കാന്തി പരിപൂരിത ദിങ്മുഖേസ്മിൻ സ്മേരേ അധുന തവ മുഖേ തരളായ താക്ഷി. നിന്റെ മുഖം എങ്ങനെയുള്ളതാണ്? ലാവണ്യകാന്തി പരിപൂരിത ദിങ്മുഖമാണ്. ഏതൊരു മുഖമാണോ ദിശാമുഖങ്ങളെയെല്ലാം തൻ്റെ ലാവണ്യകാന്തി കൊണ്ട് പരിപൂരണം ചെയ്തിരിക്കുന്നത്, നിറച്ചിരിക്കുന്നത്, അങ്ങനെ ആയപ്പോൾ നിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തിരുന്നു. ഇപ്പൊ നീ സ്മേരമുഖിയാണ്, സ്മേരമായ മുഖത്തോടു കൂടിയുള്ളതാണ്. അങ്ങനെ ആയപ്പോൾ അല്ലയോ സുന്ദരി, തരളവും ആയുധവുമായിട്ടുള്ള കണ്ണുകളുള്ളവളെ, നീ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ ദിക്കുകളെല്ലാം നിന്റെ ഈ ചിരിയുടെ അഴക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, പ്രകാശപൂരിതമായിരിക്കുകയാണ്. എന്നിട്ടും ഈ കടലിന് ഒരു അനക്കവും ഇല്ലല്ലോ മോളെ. ക്ഷോഭം യഥേതി ന മനാഗപി. തെല്ല് പോലും ക്ഷോഭമില്ല ഈ കടലിന്. തേന മഞ്ഞ. അതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് സുവ്യക്തമേവ ജലരാശിരയം പയോധി. ഈ കടല് ജലരാശിയാണ്. ജലരാശി എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കൂട്ടാണല്ലോ, തണുപ്പ്. ജലരാശി എന്നുള്ളതിന് ജളരാശി, ജളരാശി എന്നുള്ളതിന് ജഡരാശി എന്ന് പറയാം. ജഡരാശി എന്ന് പറഞ്ഞാൽ ജാഡ്യത്തിന്റെ, ജഡതയുടെ, ജഡം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജഡത. നമ്മള് സ്വച്ഛം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സ്വച്ഛത ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ജഡം. ജലരാശി എന്നുള്ളതിന് ജളരാശി അങ്ങനെ പറയാറുണ്ടല്ലോ. ദേഹം എന്നാളാന്നാക്കുമല്ലോ നമ്മള്. ഭദ്രകാലി എന്ന് പറയാ, ഭദ്രകാളി എന്ന് പറയാം. ഭദ്രകാളിയാണ് അല്ലെ. അതുപോലെ ജളരാശി, ജളരാശി ലായും ഡായും മാറി മാറി പറയാലോ. അഗ്നിയുടെ അഗ്നിമീളെ, ഡായും ലായും മാറാറുണ്ട്. അപ്പൊ ജളരാശി എന്ന് പറഞ്ഞാൽ ജഡരാശി. ഈ സമുദ്രം വെറും ജലരാശി അല്ല, പിന്നെയോ ജഡരാശിയാണ്. ജഡരാശി എന്ന് വെച്ചാൽ ജാഡ്യതയുടെ, ജാഡ്യതയാണ് നമ്മൾ ജാള്യത എന്താ പറയണത്. എനിക്ക് ജാള്യതയും വേണ്ട ജാഡ്യതയും വേണ്ട, ജാഡ്യം മതി. ജാഡ്യം അല്ലെങ്കിൽ ജാഡ്യം. ജാഡ്യം എന്ന് പറഞ്ഞാലോ ജഡത. ജഡത എന്ന് പറഞ്ഞാലോ മപ്പൻ എന്നർത്ഥം, തണുപ്പൻ, ഒരു വികാരവും ഇല്ലാത്തവൻ. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇത്രയും ഗൂഢസ്മിതം അണിഞ്ഞു നിൽക്കുമ്പോ ഒരു വികാരവും ഇല്ലല്ലോ ഇവന്. ഇവനൊരു മപ്പനാണ്, തണുപ്പനാണ്. അപ്പൊ ജാഡ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ജാഡ്യം എന്ന് പറഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്തവൻ, വികാരമില്ലാത്തവൻ, മന്ദതയുള്ളവൻ. അപ്പൊ ജഡതയാണ്, ജഡതയുടെ, ജാഡ്യത്തിന്റെ ഒരു കൂട്ടമാണ് ഈ സമുദ്രം പറയാം. ഇപ്പോ ഇവിടെ എന്താണ് അലങ്കാരം? ഇവിടെ ജലാദി ശബ്ദങ്ങളെ ആശ്രയിച്ച് ശ്ലേഷാനുപ്രാണിതമായ ഉത്പ്രേക്ഷാലങ്കാരം. ജലരാശി, ജളരാശി, ജലം, ജലശബ്ദത്തിന് വെള്ളം എന്നൊരർത്ഥവും, ജാഡ്യം അല്ലെങ്കിൽ ജാള്യം അല്ലെങ്കിൽ വിഡ്ഢിത്തം അല്ലെങ്കിൽ നിർവികാരനായ അവസ്ഥ, തണുപ്പൻ എന്നുള്ള അർത്ഥവും, രണ്ടർത്ഥം. അപ്പൊ ശ്ലേഷമുണ്ട്. ശ്ലേഷം ഉണ്ടാക്കിയ ഉത്പ്രേക്ഷയുണ്ട്. ഇവൻ ഒരു തണുപ്പനാണോ എന്ന് തോന്നും എന്നുള്ള ഉത്പ്രേക്ഷയുണ്ട്. എന്തുകൊണ്ട് തണുപ്പനാ? ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി മുന്നിൽ വന്ന് നിന്നിട്ട് ഇവന് ഒരു ഇളക്കവുമില്ലെങ്കിൽ പിന്നെ ഇവനെ എന്താ വിളിക്കുക? മപ്പൻ എന്ന് വിളിക്കണം എന്നാണ്. അപ്പൊ ഉത്പ്രേക്ഷ എന്ന അലങ്കാരമുണ്ട്. ഉത്പ്രേക്ഷ എവിടെ നിന്ന് കിട്ടി? ശ്ലേഷത്തിൽ നിന്ന്. അപ്പൊ ശ്ലേഷാനുപ്രാണിതമായ ഉത്പ്രേക്ഷയാണ് ഇവിടുത്തെ വാച്യാലങ്കാരം. ഇതെങ്ങനെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ നമുക്കെന്ത് മനസ്സിലായി? ഇവള് ചിരിച്ചാൽ ചന്ദ്രന് അല്ല കടലിന് ഒരു ഇളക്കവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം?
ഇവിടെ പറഞ്ഞതൊന്നുമല്ല. ഒരുത്തി ചിരിച്ച കടൽ വല്ലാതെ ഇളകാറുണ്ട്. അതാരാ? വിധു, ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ, പൂർണിമ, ആ രാഗേന്ദു ഉദിച്ചു പൊങ്ങിയാൽ കടലിന് പിന്നെ അടക്കമുണ്ടാവില്ല, അവൻ ഇളകി മറിയും. അപ്പൊ നിന്റെ മുഖമാകുന്ന ചന്ദ്രൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു പറയാതെ. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇത്രയും സുന്ദരമായ ലാവണ്യകാന്തി കൊണ്ട് ദിങ്മുഖങ്ങളെ പരിപൂർണം ചെയ്യുന്ന നിന്റെ മുഖം സ്മേരമായ സമയത്തെങ്കിൽ ഇവൻ ഒരു അനക്കവുമില്ലാതെ ഒരു ഇളക്കവുമില്ലാതെ തണുപ്പമായി നിൽക്കുന്നുവല്ലോ. ഇവൻ വാസ്തവത്തില് ജഡരാശി തന്നെയാണ്, ജലരാശിയല്ല ജഡരാശി തന്നെയാണ് എന്ന് പറയുമ്പോ ഇവിടെ പറഞ്ഞത് എന്താ? ഒരു സുന്ദരി വന്ന സമുദ്രം ഇളകി പറയണമെന്നില്ലേ? പിന്നെയോ നിന്റെ മുഖം ചന്ദ്രൻ തന്നെയാണ് മോളെ എന്നാണ്. അപ്പൊ മുഖം ചന്ദ്രൻ തന്നെയാണ് എന്നുള്ള രൂപകം, അതാണ് ഇവിടുത്തെ വ്യംഗ്യാലങ്കാരം. നോക്കൂ, ഇവിടെ ജലാദി ശബ്ദങ്ങളെ ആശ്രയിച്ച് ശ്ലേഷാനുപ്രാണിതമായ ഉത്പ്രേക്ഷാലങ്കാരം വാച്യമായി നിൽക്കുന്നു. അത് വ്യഞ്ജകമല്ല താനും. എന്നാൽ ദിശാമുഖമാകെ പ്രകാശിപ്പിക്കുന്ന നിന്റെ മുഖം കണ്ടിട്ടും ഒട്ടും അന്തഃക്ഷോഭമേലാത്ത ഈ ജലരാശി ജഡം തന്നെ എന്ന് ഞാൻ കരുതുന്നു എന്ന അർത്ഥത്തിന്റെ ശക്തി കൊണ്ട് നിന്റെ മുഖം ചന്ദ്രനാണ് എന്ന് അനുരണന രൂപത്തിൽ രൂപകാലങ്കാരം ധനിക്കുന്നു. അതിനെ ആശ്രയിച്ച് കാവ്യസൗന്ദര്യവും പ്രതിഷ്ഠ നേടിയിരിക്കുന്നു. അപ്പൊ ആദ്യം ശ്ലേഷാനുപ്രാണിതമായ ഉത്പ്രേക്ഷ ഉണ്ട്, അത് വ്യഞ്ചിപ്പിക്കുന്നില്ല. അത് എപ്പോഴാ വ്യഞ്ചിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖം കണ്ടിട്ടും ഇവൻ ഒരു ഇളക്കമില്ലല്ലോ, ഇവൻ വെറും ജലരാശി മാത്രമല്ല ജഡരാശിയും കൂടിയാണ്, ചന്ദ്രനെ കണ്ടിട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോ നിന്റെ മുഖം ചന്ദ്രനാണെന്നുള്ള വ്യംഗ്യം അപ്പോഴാണ് ഉണരുന്നത്. അപ്പൊ മാത്രമാണ് ഈ ശ്ലേഷാനുപ്രാണിതമായിരിക്കുന്ന എന്തലങ്കാരം, ഉത്പ്രേക്ഷ അലങ്കാരം വ്യഞ്ജകമാവുന്നത്. അപ്പൊ ആദ്യ അർത്ഥം മനസ്സിലാക്കിയിട്ട് പതുക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് വ്യംഗ്യാലങ്കാരം കിട്ടി. അതുകൊണ്ട് ഇവിടെ എന്താണ്? സംലക്ഷ്യക്രമ വ്യംഗ്യധ്വനിയാണ്. ഇവിടെ എന്താണ് വ്യഞ്ജകമായത്? വാച്യാർത്ഥം. വാച്യാർത്ഥം എന്താണ്? ശ്ലേഷാനുപ്രാണിതമായ ഉത്പ്രേക്ഷാലങ്കാരം. അത് എന്തിനെയാണ് തന്നത്? രൂപകം എന്ന വ്യംഗ്യമായ ഒരു അലങ്കാരത്തെ തന്നു. അത് എങ്ങനെ തന്നു? പതുക്കെ. വാച്യാലങ്കാരം ആദ്യം മനസ്സിലായി. ഉത്പ്രേക്ഷ ശ്ലേഷാനുപ്രാണിതമായ ശ്ലേഷമുണ്ട്, ജലരാശി ജഡരാശി എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉത്പ്രേക്ഷ ഉണ്ട്, കണ്ടാൽ ഒരു തണുപ്പനാണോ എന്ന് തോന്നും എന്ന് പറയുന്നു. പിന്നെയാണ് നമ്മൾ ഓ ഓ ഓ തണുപ്പനാണ്, സമുദ്രം തണുപ്പനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇളകി മറിഞ്ഞില്ല നിന്റെ മുഖം കണ്ടിട്ടും, ലാവണ്യം കൊണ്ട് ദിക്കള് നിറച്ച നിന്റെ മുഖം കണ്ടിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഓ, അപ്പൊ നിന്റെ മുഖത്തെ ചന്ദ്രനാണ്, ചന്ദ്രൻ ഉദിച്ച് ചന്ദ്രിക കൊണ്ട് ദിങ്മുഖങ്ങളെല്ലാം വ്യാപിച്ചു നിൽക്കുമ്പോൾ കടലിളകും. നിന്റെ മുഖം ഉദിച്ചു നിന്ന് സ്മേരമായിട്ട് മന്ദസ്മിതം കൊണ്ട് ഉദിച്ച് ദിങ്മുഖങ്ങളെല്ലാം പ്രകാശപൂർണമാക്കിയിരിക്കുന്നു. നിന്റെ മുഖം ചന്ദ്രനാണ്, ചന്ദ്രനായ നിൻമുഖത്തെ കണ്ടിട്ടും ഇവന് ഒരു ഇളക്കവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ വിഡ്ഢിയാണ്, ജഡനാണ്, വിഡ്ഢിത്വത്തിന്റെ ഒരു നിറകടമാണ് എന്ന രൂപകാലങ്കാരം നമുക്ക് പതുക്കെ മനസ്സിലാവും. അപ്പൊ ഇവിടെ അർത്ഥശക്തിമൂലധ്വനി രൂപകാലങ്കാരം. ഇനി അതുപോലെ ഒന്ന് രണ്ട് പദ്യങ്ങൾ കൂടിയുണ്ട്, ഒന്നോ രണ്ടോ ആണെങ്കിൽ നോക്കാം. ആ ഭാഗം കഴിഞ്ഞു, തീർക്കാലോ. ഇനി ഉപമ വ്യംഗ്യമായി വരുന്ന ഒരു സ്ഥലമാണ് പറയുന്നത്. ഇവിടെ ശരിക്ക് രൂപകധ്വനി എന്നാ പറയേണ്ടത്, കാരണം രൂപകത്തിനാണ് പ്രാധാന്യം എന്നുള്ളതുകൊണ്ട്. ഇത്യേവം വിധേ വിഷയെ അനുരണന രൂപകാശ്രയേണ കാവ്യകാരിത്വ വ്യവസ്ഥാന. രൂപകം കൊണ്ടാണ് ഇവിടെ കാവ്യത്തിന് അഴക് കൈവരുന്നത് എന്നുള്ളതുകൊണ്ട് രൂപകധ്വനി ഉപദേശ ന്യായ. ഇതിനെ രൂപകധ്വനി എന്നാ വിളിക്കേണ്ടത്, രൂപകാലങ്കാരം എന്ന് വിളിക്കരുത്. ഉപമാധ്വനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോഹരായിട്ടുള്ള ഒരു പദ്യം. വീരന്മാരുടെ കണ്ണുകൾ ശത്രുക്കളുടെ കുങ്കുമാരുണമായ കുംഭീന്ദ്ര കുംഭങ്ങളിൽ എന്ന പോലെ പ്രേയസിമാരുടെ സിന്ദൂരം തടവിയ ഭുജതടങ്ങളിൽ അത്ര കണ്ട് രമിക്കുന്നില്ല. അതായത് സുന്ദരിയായ ഭാര്യ അല്ലെങ്കിൽ പ്രേയസി, അവളെ കണ്ട് അവളിൽ മനസ്സ് ഉടക്കിയിരിക്കുന്ന ആ സമയത്താണ് യുദ്ധകാഹളം മുഴങ്ങുന്നത്. അപ്പൊ വീരനായിട്ടുള്ള ഈ ഭടൻ ഇവിടെയും മനസ്സുണ്ട്,
അവിടെയുണ്ട്. യുദ്ധകാഹം കഴിഞ്ഞാൽ പിന്നെ വീരനായ ഭടന് ഇവിടെ നിൽക്കില്ല മനസ്സ്. അപ്പൊ അവ മനസ്സ് എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കുതിരപ്പട, കാലാൾപ്പട, ഇത് എന്താ ഗജസേന, ഇതാണല്ലോ ഗജരഥ പദാതിയായിട്ടുള്ള രാഷ്ട്രരഥ പദാതിയായിട്ടുള്ള ചതുരംഗസേന. അതെങ്ങനെ ഓർക്കുമ്പോൾ നല്ല കൊമ്പനാനകളുടെ മസ്തകം അയാൾക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇവിടെയാണോ മനസ്സ്, അവിടെയാണോ രമിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ നല്ല ചന്ദനം ചാർത്തിയ പ്രിയാസ്തനങ്ങൾ, അവിടെയാണെങ്കിൽ നിജകുംഭങ്ങൾ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയല്ല, അവിടെ തന്നെയാണ് അയാളുടെ മനസ്സ് രമിച്ചതെന്നാണ് പറയുന്നത്. ഇതാണ് പ്രകൃതം, ഇതാണ് പ്രസ്തുതം. വീരന്മാരുടെ കണ്ണുകൾ ശത്രുക്കളുടെ കുങ്കുമാരണമായ കുംഭീന്ദ്ര കുംഭങ്ങളിൽ എന്ന പോലെ, ശത്രുക്കളുടെ കുങ്കുമാരണമായ കുംഭീന്ദ്ര കുംഭങ്ങളിൽ എന്ന പോലെ. കുംഭീന്ദ്ര കുംഭം എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കേണ്ട, ആനയുടെ മസ്തകം എന്നാണ്. ചോര പൊടിഞ്ഞിരിക്കുന്ന ആനയുടെ മസ്തകം കുങ്കുമാരണമാണ്, കുങ്കുമം പോലെ ആയിരുന്നതാണ്. ഇവിടെ സ്ഥലങ്ങളിലും കുങ്കുമം പൂശിക്കുന്നുണ്ട്. ഏതിലാ ആരംഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേയസമാരുടെ സിന്ദൂരം തടവിയ കുംഭങ്ങളിൽ അത്ര കണ്ട് ഗമിക്കുന്നില്ല. ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്യത്തിൽ വാച്യമായ അതിശയോക്തിയിൽ നിന്ന് അതല്ലല്ലോ ഇവിടെ ചമഞ്ഞു നിൽക്കുന്ന പ്രാണേശ്വരിയെ പ്രസാദിപ്പിക്കുക എന്നതും അടർക്കളത്തിലേക്ക് പോകുക എന്നതും ഒരേ സമയം മുട്ടി നിന്ന് വീരദൃഷ്ടിയെ ഊഞ്ഞാലിലേറ്റി എങ്കിലും അടരാടുന്നതിൽ ത്വരാതിശയം കാണിച്ചിരിക്കുന്നത് കൊണ്ട് വ്യതിരേകം വാച്യമാണ്. അതായത് ഇപ്പൊ രണ്ടും ഒരുപോലെയാണ്. പ്രിയാസ്തനോത്സംഗവും ഒരുപോലെയാണ്, രിപു ഗജകുംഭസ്ഥലവും ഒരുപോലെയാണ്. ഒരിടത്ത് ബഹളസിന്ദൂരമാണ്, മറ്റൊരിടത്ത് ഘുസൃണാരണമാണ്. രണ്ടും ഒരുപോലെയാണ്. പക്ഷേ ഇയാളുടെ ദൃഷ്ടി എവിടെയാ രമിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഗജകുംഭങ്ങളിൽ തന്നെ എന്ന് പറയുമ്പോൾ വ്യതിരേകമാണ്. ഇതിനേക്കാളും അതിലും മികച്ചതാണെന്ന് വ്യതിരേകം വാച്യമായിട്ടുണ്ട്. അതിൽ നിന്ന് പ്രിയാസ്തന തലങ്ങൾക്കും ഗജകുംഭങ്ങൾക്കും ഉപമ ധ്വനിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനേക്കാളും അത് മികച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വ്യതിരേകം വരണമെങ്കിൽ, ഉപമയില്ലെങ്കിൽ വ്യതിരേകം വരില്ലല്ലോ. ഈ സ്തനോത്സംഗങ്ങൾ രിപുഗജകുംഭങ്ങളെ പോലെയാണ് എന്നുള്ള ഉപമ ധരിക്കുന്നത്. അത് പ്രധാനം. എന്നാൽ വാച്യമായ വ്യതിരേകം വ്യഞ്ചിപ്പിക്കുന്ന ഉപമയ്ക്ക് ചാരുതാ വികലത നിമിത്തം ധ്വനി പൊങ്ങാതാകട്ടെ, അങ്ങനെയില്ല. വീരർക്കും പ്രിയാസ്തനമണ്ഡലം പ്രിയങ്കരമാണ്. ധ്വന്യമാനമായ ഉപമയുടെ പ്രഭാവം വഴിക്കാണ് പ്രിയാസ്തന കുംഭങ്ങളോട് എന്ന പോലെ ഭീകരങ്ങളും മർദ്ദനോദ്യതങ്ങളും മാരകങ്ങളുമായ കരികുംഭങ്ങളോടും രതിയും ബഹുമാനവും തോന്നുന്നത്. അതായത് ഉപമയാണ് ആ വീരതാതിശയത്തെ ചമത്കാരകമാക്കുന്നത്. ഇങ്ങനെ വ്യംഗ്യമായ ഉപമയ്ക്ക് പ്രാധാന്യം. വാച്യം ശ്രുതി പിടിച്ചു നിൽക്കുന്നത് പോലെ. ഇതെന്താണ്? ഉപമാധനിയാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി 2 പദ്യങ്ങൾ കൂടി പറയണമെന്നുണ്ടായിരുന്നു, നാളെ നോക്കാം. അപ്പൊ ഇവിടെ വ്യതിരേകാലങ്കാരം വാച്യം, വ്യംഗ്യം ഉപമ. ഉപമയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ഒക്കെ ശരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ ലോചനവും ആലോചനവും വായിച്ച് രസിച്ചാൽ വളരെ നല്ലതാണ്. കൃത്യമായിട്ട് ജോറായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്കൊരു ഹെൽപ്പ് ഉണ്ടാവും. ഈ സംസ്കൃതം വായിച്ചാൽ അതാ ഒരു ഗുണം. സംസ്കൃതത്തിലുള്ള ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ചിന്തിക്കാനൊരു മെത്തഡോളജി നമ്മൾ അറിയാതെ നമ്മളുടെ ബുദ്ധിയിലും മനസ്സിലും പ്രവേശിക്കും. അതിന് ഒരുപാട് സാധ്യതകൾ തരുന്ന പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങൾ. യാ സ്മര്യമാണ ശ്രേയാംസി സൂക്തേ ധ്വംസജത്തെ രുജഃ താം അഭീഷ്ടഫലോദാരകൽപവല്ലീം സ്തുവേ ശിവാം.